Hi, welcome to the NEET Final Lab Revision class of Universal Institute Kottakkal. Myself RP from Physics Department. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ +2 മോഡേൺ ഫിസിക്സ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം നീറ്റിന് അത്യാവശ്യം 2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഇതിന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേര് ഇങ്ങനെ ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻസ് ആൻഡ് മാറ്റർ എന്നാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിവേഴ്സിൽ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യണം, നമുക്ക് ആകെ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒന്നെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അത് റേഡിയേഷൻ ആയിരിക്കും. നമ്മൾ യൂണിവേഴ്സ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ കാണുന്നത് മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കാണുന്നത് എന്തായിരിക്കും, റേഡിയേഷൻ ആയിരിക്കും. നമുക്ക് പറയാം മാറ്റർ എന്ന് പറഞ്ഞാൽ, മാറ്ററിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. മാറ്റർ ഈസ് വൺ വിച്ച് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് മാറ്റർ മേഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓൾസോ ഇറ്റ് ഓക്യുപ്പൈസ് സം സ്പേസ് ആൻഡ് ഹാവ് സം മാസ്. മാറ്ററിന് മാസ് ഉണ്ട്, അതുപോലെ ഇതിന് ഓക്യുപ്പൈ ചെയ്യാൻ കുറച്ച് സ്പേസ് ആവശ്യമാണ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഡിയേഷൻ്റെ മീനിങ് എന്നാണ്, ഇത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരീസ് എനർജി ആൻഡ് മൊമെന്റം. പക്ഷെ നമ്മളിവിടെ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെ ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻസ് ആൻഡ് മാറ്റർ. ഈ റേഡിയേഷൻസും മാറ്റർ 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. കാരണം മാറ്റർ നമ്മൾ കാണുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ അത് മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ്. അത് റേഡിയേഷൻ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ്, ബാക്കി വരുന്ന UV, ഇൻഫ്രാറെഡ്, അതൊക്കെയാണ് നമ്മൾ റേഡിയേഷൻ ആയിട്ട് പറയുക. അപ്പോൾ ഇതിൻ്റെ 2 നേച്ചർ സെയിം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ പറയാം ഈ മാറ്ററിന്റെ ഓൾറെഡി നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അത് പാർട്ടിക്കിളിന്റെ നേച്ചറാണ്. റേഡിയേഷന്റെ നേച്ചർ ഓൾറെഡി അത് വേവ് നേച്ചറാണുള്ളത്. എനർജി എന്നൊക്കെ നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ 2 നേച്ചർ സെയിം ആണെന്ന് പറയാനുള്ളത്. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ കോമൺലി ഒരു ആൾക്ക് തോന്നുന്നത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് മാറ്ററും റേഡിയേഷനും. പക്ഷെ ഇതിന് 2 നേച്ചർ സെയിം ആണെന്നാണ് പറഞ്ഞത്. അതായത് മാറ്ററിന്റെ റേഡിയേഷൻ്റെ നേച്ചർ സെയിം ആണ്. ഫോർ എക്സാമ്പിൾ അതെങ്ങനെ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വാലൻസ് റിലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വാലൻസ് റിലേഷൻ ആക്ച്വലി മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസ് അവിടെ എനർജി ആയിട്ട് മാറുന്നുണ്ട്. തിരിച്ച് ഇതേപോലെ എനർജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനർജി ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ടും കൺവേർട്ട് ചെയ്യാം, മാസുമായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻ. മാസ് എനർജി ആയിട്ട് മാറുന്നത് ന്യൂക്ലിയർ റിയാക്ഷനിലാണ് സാധാരണ നടക്കുക. ഫോർ എക്സാമ്പിൾ കുറച്ച് എനർജി എടുത്ത് കുറച്ച് മാറ്റർ ആയിട്ട് മാറുക, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുക. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പെയർ പ്രൊഡക്ഷൻ. അതായത് ഫോർ എക്സാമ്പിൾ 2 ഗാമ റേസ് കൂടി ചേർന്നാൽ ഇവിടെ ഇലക്ട്രോണും പോസിട്രോണും ആയിട്ട് മാറും. അതിന് ആ റിയാക്ഷൻ നമ്മൾ പെയർ പ്രൊഡക്ഷൻ. അപ്പോൾ നോക്കും, മാസ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതായത് പാർട്ടിക്കിൾ ഇവിടെ നമ്മളിവിടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പാർട്ടിക്കിൾസിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഈ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, നമ്മൾ ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും അതിനകത്തൊരു എനർജി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ആ പാർട്ടിക്കിൾസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിന് ഏതിൻ്റെ നേച്ചർ ഉണ്ടായിരിക്കണം, എനർജിയുടെ നേച്ചർ ഉണ്ടായിരിക്കണം. അതായത് പാർട്ടിക്കിൾസിനൊക്കെ എനർജിയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ അതിന് വേവ് നേച്ചർ ഉണ്ടായിരിക്കണം. ഇനി തിരിച്ചു നോക്കുമ്പോൾ എനർജിനെ മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കിൾ പെയർ ഉണ്ടാവും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെയർ പ്രൊഡക്ഷൻ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ അകത്തൊക്കെ ശരിക്കും മാറ്റർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്, ഈ EM റേഡിയേഷന് ഏതിൻ്റെ നേച്ചർ ഉണ്ടായിരിക്കണം, പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചർ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. റേഡിയേഷന്റെ വേവ് നേച്ചർ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അത് വിസിബിൾ ലൈറ്റ്, അതുപോലെ ഇൻഫ്രാറെഡ്, UV എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി അതിനുള്ളത് വേവ് നേച്ചറാണുള്ളത്. പക്ഷേ നിങ്ങളിവിടെ നോക്കൂ, ഈ പാർട്ടിക്കിളിന്റെ ഒരു വേവ് നേച്ചർ ഉണ്ട്. നമ്മൾ കാണുന്ന മാറ്റർ ഒരു വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. മാറ്ററിനെ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നതിൻ്റെ കൂടെ മാറ്റർ ഏത് നേച്ചർ കാണിക്കുന്നുണ്ട്, വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ EM റേഡിയേഷൻ ഒരു പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ട്. EM റേഡിയേഷൻ കോമൺലി സ്പീക്കിംഗ് നമുക്കത് റേഡിയേഷൻ ആണ്, അത് വേവ് നേച്ചറാണ് കാണിക്കാം. പക്ഷെ ആ വേവ് നേച്ചർ കാണിക്കുന്നത് EM റേഡിയേഷനാണ്. EM റേഡിയേഷനും ശരിക്കും ഏത് നേച്ചർ കാണിക്കുന്നുണ്ട്, മാറ്ററിന്റെ നേച്ചർ ആയിട്ടുള്ള പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസിന്റെ വേവ് നേച്ചറും EM റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചറാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കും,
അതിൽ ആദ്യം മുതലാണ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന തിയറി പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. അപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. മാക്സ് പ്ലാങ്ക് പറഞ്ഞതാണ് റേഡിയേഷൻ്റെ എനർജി. ഇപ്പോൾ നമുക്ക് എനർജിക്ക് ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, അതുപോലെ ഇലക്ട്രിക്കൽ എനർജി. അതുപോലെ വരുന്ന ഒരു ഫോമാണ് റേഡിയേഷൻ്റെ എനർജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന എനർജി, UV-ന്ന് കിട്ടുന്ന എനർജി, അതൊക്കെ ഈ റേഡിയേഷൻ്റെ എനർജിയാണ്. ആ റേഡിയേഷൻ്റെ എനർജി ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും കണ്ടിന്യൂസ് അല്ല, അത് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഈ റേഡിയേഷൻ്റെ എനർജി നോർമൽ എനർജി തമ്മിലുള്ള ഡിഫറൻസ്. റേഡിയേഷൻ്റെ എനർജി നമ്മൾ നോർമലി കാണുന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി, ഇതൊക്കെ കണ്ടിന്യൂസ് ആണ്. മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി ഒക്കെ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ റേഡിയേഷൻ്റെ എനർജി കണ്ടിന്യൂസ് അല്ല, അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് ഡിസ്ക്രീറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഹീറ്റ് എനർജി ഞാൻ എടുക്കുകയാണ്, 1 ജൂൾ എന്നുള്ള ഹീറ്റ് എനർജി ഉണ്ടെങ്കിൽ അടുത്ത എത്ര ഹീറ്റ് എനർജി പോസിബിൾ ആവും, അടുത്ത എത്ര വരെ, അത് അടുത്ത റിയൽ നമ്പർ ആയിട്ടാണ് വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം 1.0001 ജൂൾ എന്നൊക്കെ എഴുതാം. ഇതേപോലെ ഈ റേഡിയേഷൻ എനർജി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ അതൊരു 1 ജൂൾ കഴിഞ്ഞാൽ തൊട്ടടുത്തത് അടുത്ത റിയൽ നമ്പർ ആയിട്ടല്ല വരാം, അനദർ ക്വാണ്ടിറ്റി ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് മാസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചാർജും മാസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചാർജ് മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചാർജ് എപ്പോഴും വരിക ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് ചാർജ് പറഞ്ഞാൽ +E ആണ്. അടുത്തത് വരിക +2E ആണ്. അടുത്തത് വരിക +3 ആണ്. ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് ഒന്നും പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ 1.5E എന്നുള്ളൊരു ചാർജ് എന്തല്ല, പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് മാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു 1 കിലോഗ്രാം മാസ് എടുക്കുകയാണ്. 1 കിലോഗ്രാം മാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എത്ര മാസ് തൂക്കിയെടുക്കാൻ പറ്റും, അടുത്ത എത്രയും പറ്റിയത് അടുത്ത റിയൽ നമ്പർ ആയിട്ടാണ് വരിക. 1 കഴിഞ്ഞാൽ ഒരിക്കലും അടുത്തത് 2 ആയിട്ടല്ല വരിക. അതിന്റെ ഇടയിൽ ഇൻഫൈനൈറ്റ് വാല്യൂസ് എന്താണ്, പോസിബിൾ ആണ്. അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് വരാം, ഡിസ്ക്രീറ്റ് ആയിട്ട് വരാം. മാസ് വരുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് വരാം, ചാർജ് വരുന്ന പോലെ ഡിസ്ക്രീറ്റ് ആയിട്ട് വരാം. അപ്പൊ അതേപോലെയാണ് ഈ റേഡിയേഷന്റെ എനർജി. എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും, ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഇലക്ട്രിക് ചാർജ് ഡിസ്ക്രീറ്റ് ആയ പോലെ ഈ റേഡിയേഷന്റെ എനർജി എങ്ങനെയായിരിക്കും, ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടാണ് വരിക. അങ്ങനെ ഈ റേഡിയേഷൻ എനർജിയുടെ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ഓഫ് എനർജി. ആ ഡിസ്ക്രീറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം ഓഫ് എനർജിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ എനർജി ക്യാരി ചെയ്യുന്ന, റേഡിയേഷൻ്റെ എനർജി ക്യാരി ചെയ്യുന്ന ആ സിംപ്ലസ്റ്റ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. അപ്പോൾ ഏതൊരു ഫോട്ടോൺ ആണെങ്കിലും അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അതിന്റെ എനർജി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് E=hν. അപ്പോൾ അതൊരു ഫോട്ടോണിന്റെ എനർജിയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ബൾബ് നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ബൾബിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ എനർജി നമ്മളോട് കാണാൻ ചോദിക്കാൻ വിചാരിക്കാം, ആ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ എനർജി. അപ്പോൾ നമുക്കറിയാം അത് ഒരു ഫോട്ടോൺ അല്ല വരുന്നത്, അതിന് ഒരുപാട് റേഡിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ N ഫോട്ടോൺ വരികയാണെങ്കിൽ ടോട്ടൽ എനർജി എന്നാണ് E=, എത്ര വരും അവിടെ, Nhν എന്ന് വരും. അപ്പോൾ ഇതിൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺ ആണ്, സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഈ സാധാരണ ചോദിക്കാറുണ്ട് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എങ്ങനെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് E=Nhν. നമുക്ക് വേണ്ട നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ്. ഈ N/T കിട്ടണമെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാണ് E/T N/T × hν. നിങ്ങൾ നോക്കുക, നമുക്ക് വേണ്ടത് N/T ആണ്. അപ്പോൾ N/T ഈ E/T എന്നാൽ എനർജി ബൈ ടൈം അല്ലേ. എനർജി ബൈ ടൈം എന്നാൽ എനർജിയുടെ റേറ്റിനെ നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത്, പവർ. അപ്പോൾ പവർ ഡിവൈഡർ ബൈ hν എന്ന് വരും. P എന്ന് പറഞ്ഞാൽ പവർ, H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, U എന്ന് പറഞ്ഞാൽ ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ N/T ഇനി വേവ് ലെങ്ത്തിന്റെ ടൈമിൽ ഏതാണ് P/H. ഈ ന്യൂനെ വേണമെങ്കിൽ എഴുതാം C/λ. അപ്പോൾ ലാംഡ അവിടെ ന്യൂമറേറ്ററിൽ വരും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സാധാരണ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ എ 50 വാട്ട് ബൾബ്. ഇവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്, ആ ബൾബിൽ നിന്ന് വരുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. 50 വാട്ടാണ് ബൾബിന്റെ പവർ എങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺസിന് എമിറ്റ് ചെയ്യും?
പവറിന് നിങ്ങൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റെഡ് ബൾബ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എടുക്കുക. ഫോർ എക്സാമ്പിൾ 700 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഈ സാധാരണ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ട്, ഈ ഇന്റൻസിറ്റി കാണാൻ ചോദിക്കാറുണ്ട്. ഈ ബൾബിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മളൊരു ബൾബ് വെച്ചിട്ടുണ്ട്, ഒരു ഒബ്സർവർ ഇവിടെ നിൽക്കണം. ഒരാൾ ഇവിടുന്ന് ആ ലൈറ്റിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എത്ര ഇന്റൻസിറ്റി കിട്ടുമെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. വേവ് സി ആയിട്ടുള്ള ഇന്റൻസിറ്റി ഈക്വൽ ടു പവർ ഡിവൈഡർ ബൈ ഏരിയ. ഇപ്പൊ ഇന്റൻസിറ്റി ഈക്വൽ കാര്യം മനസ്സിലാക്കണം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഞാൻ ഇവിടുന്ന് ഈ സോഴ്സ് നിന്ന് ഈ ഒബ്സർവറിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആയിട്ടിരിക്കുകയാണ്. ഇതൊരു പോയിന്റ് സോഴ്സ് അല്ലേ? പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇയാൾക്ക് ചുറ്റുമുള്ള ഈ വേവ് ഫ്രണ്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് വരെ സ്ഫെറിക്കൽ ഷേപ്പാണ്. വരെ നിങ്ങൾ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോഴ്സ് സ്ഫെറിക്കൽ സോഴ്സ്, പോയിന്റ് സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് വരെ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. നമ്മൾ ഈ വേവ് ഫ്രണ്ടിന്റെ ഏരിയ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വേവ് ഫ്രണ്ടിന്റെ ഏരിയ 4π ഇൻറ്റു എന്ത് വരും ഇവിടെ r². അപ്പൊ ഇതാണ് ഇവിടെ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ഇങ്ങനെ വരാം. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ഈ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇന്റൻസിറ്റി എന്ത് കുറയും. ശരിയല്ല? നമ്മളൊരു ബൾബിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഇന്റൻസിറ്റി കൂടുതലുണ്ടാവുക. ഒരുപാട് ഡിസ്റ്റൻസ് ദൂരേക്ക് പോകും തോറും ആ ബൾബിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യുക അവിടെ കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ രാത്രി പകൽ എന്ന് പറയാറുണ്ട്. രാത്രി പകൽ എന്ന് പറയാറുണ്ട്. സാധാരണ ഫോർ എക്സാമ്പിൾ സണ്ണ്, ഇത് സണ്ണാ വിചാരിക്കും നിങ്ങൾ. സണ്ണ് എന്നുള്ള ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ അടുത്ത് കിടക്കുന്ന സ്റ്റാർ ആണല്ലോ സണ്ണ്. നമ്മളിവിടെ എർത്തിൽ നിൽക്കാന്ന് വിചാരിക്കും. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യാണ്. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒബ്സർവ് ചെയ്യും. ഈ എർത്ത് സണ്ണിന് ചുറ്റി റിവോൾവ് ചെയ്യണം. റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഈ സണ്ണിന് നേരെ വരുന്ന ഭാഗത്താണ് സാധാരണ നമ്മൾ ഡേ ടൈം പറയും. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്ഥലത്ത് എന്ത് പറയും? നൈറ്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, സണ്ണിന്നാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. പക്ഷെ സണ്ണ് മാത്രമല്ല സ്റ്റാർ. ഇവിടെ വേറെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. നമ്മൾ ആകാശത്ത് നോക്കിയാൽ കാണാൻ ഒരുപാട് സ്റ്റാർസിനെ അവിടെ കാണാറുണ്ട്. ആ സ്റ്റാർസിന്റെ ഒന്നും ലൈറ്റ് നമുക്ക് എവിടെ കിട്ടുന്നില്ല? എർത്തിൽ കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന ലൈറ്റ് സണ്ണിന്ന് മാത്രമേ എർത്തിന്റെ സർഫസിൽ ലൈറ്റ് കിട്ടുന്നുള്ളൂ. ബാക്കി ബാക്കി ഒരുപാട് സ്റ്റാർസിന് നമ്മൾ ആകാശത്ത് കാണുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്വയം നമുക്ക് ലൈറ്റ് കിട്ടും അവിടെ. ആ ലൈറ്റ് ഒന്നും എവിടെ കിട്ടുന്നില്ല? എർത്തിന്റെ സർഫസിൽ കിട്ടുന്നില്ല. അപ്പൊ അതിന് കാരണം എന്താണ്? എല്ലാ സ്റ്റാർസും, ഏത് സ്റ്റാർസ് ആയിക്കോട്ടെ, ഹെവി ഒബ്ജക്റ്റുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ ഷേപ്പ് വരിക സ്ഫിയർ ആയിട്ടാണ് വരിക. സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ ഈ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് തന്നെ ആയിരിക്കും. സ്ഫെറിക്കൽ സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് തന്നെ ആയിരിക്കും, സ്ഫിയർ ആയിരിക്കും. ഇനി വേവ് ഫ്രണ്ട് നോക്കുക. അപ്പം സ്ഫെറിക്കൽ സോഴ്സ് ആണെങ്കിൽ ഇന്റൻസിറ്റി ഫാൾസ് ലൈക്ക് 1/r² ആയിട്ട് വരിക. ഇന്റൻസിറ്റി r കൂടുന്നതനുസരിച്ച് നോക്കുക, ഇന്റൻസിറ്റിയുടെ വേരിയേഷൻ ഇന്റൻസിറ്റി I ഡയറക്റ്റ് പ്രൊപ്പോർഷൻ 1/r² ആയിട്ട്. അപ്പൊ നോക്കുക, ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട് വിചാരിക്കാം. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ നമ്മളെ എർത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാറാണ് സണ്ണ്. ബാക്കി സ്റ്റാറിന്റെ ലൈറ്റ് ഒന്നും എവിടെ കിട്ടുന്നില്ല? എർത്തിൽ കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെ. ഈ സ്റ്റാറിന് അടുത്തുനിന്ന് ഒരു മീറ്റർ മാറുമ്പോൾ ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് അടുത്തുള്ള ഇന്റൻസിറ്റി I0 വിചാരിക്കുക. ഡിസ്റ്റൻസ് 2r ആയി വിചാരിക്കുക. 2 മീറ്റർ ആയി കഴിഞ്ഞാൽ ഇന്റൻസിറ്റി I0/4 ആവും. ഡിസ്റ്റൻസ് 3 മീറ്റർ ആയി കഴിഞ്ഞാൽ ഇന്റൻസിറ്റി I0/9 ആവും. ഡിസ്റ്റൻസ് 4 മീറ്റർ ആയാൽ ഇന്റൻസിറ്റി I0/16 ആയി വരും. അപ്പൊ നോക്കി, ഈ സ്റ്റാറിന് ഒരുപാട് ഡിസ്റ്റൻസിലാണ് എർത്ത് നിൽക്കുന്നത്. എർത്തിന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാറാണ് സണ്ണ്. ആ സണ്ണിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് അകലായിരിക്കും ബാക്കി സ്റ്റാറുകൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇന്റൻസിറ്റിയുടെ ഫാള് 1/r² ആയതുകൊണ്ട് ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് നന്നായിട്ട് കൂടും. അപ്പൊ നമ്മളെ നോക്കൂ, സണ്ണും എർത്തും തമ്മിൽ അടുത്ത് കിടക്കുകയാണ്, ഏകദേശം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതിനേക്കാൾ കൂടുതൽ ദൂരത്താണ് ബാക്കി സ്റ്റാർ കിടക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഇന്റൻസിറ്റിയുടെ വേരിയേഷൻ ഇങ്ങനെ വരുന്നത്. ഇന്റൻസിറ്റി I ഡയറക്ട്ലി പ്രൊപ്പോർഷൻ 1/r². അതുകൊണ്ടാണ് ആ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇത് ഈ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റിനേക്കാളിലൊക്കെ കൂടുതലായിരിക്കും. അതാണ് ആ സ്റ്റാറിന്റെ ലൈറ്റ് നമുക്ക് എവിടെ കിട്ടാത്തത്? എർത്തിൽ കിട്ടാത്തത്. അതും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ രാത്രി പകൽ എന്നുള്ള അവിടെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. മനസ്സിലാവും? അപ്പം രാത്രി അവന് പകലായിരിക്കാനും കാരണം ആ ബാക്കി സ്റ്റാറുകളുടെ ഒന്നും ലൈറ്റ് അവിടെ കിട്ടുന്നില്ല, എർത്തിന്റെ സർഫസിൽ കിട്ടുന്നില്ല. നമുക്ക് ആകെ ലൈറ്റ് കിട്ടുന്നത് ഈ സണ്ണിന്ന് മാത്രമാണ്. അപ്പൊ അതിന് കാരണം സ്ഫെറിക്കൽ സോഴ്സ് ആണ്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്, ഇന്റൻസിറ്റി ഫാൾസ് ലൈക്ക് 1/r² ആണ്. ഓക്കെ,
ജസ്റ്റ് ഇവിടെ ഈ റേഡിയേഷന്റെ ആ ക്വാണ്ടത്തിനെ നമ്മൾ സാധാരണ പറയുക ഡിസ്ക്രീറ്റ് യൂണിറ്റ് നമ്മൾ സാധാരണ ഫോട്ടോൺസ് പറയും. ഈ ഫോട്ടോൺസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. NCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ട് ഫോട്ടോൺസ് ക്യാരീസ് എനർജി ആൻഡ് മൊമെന്റം. ഫോട്ടോൺസ് എനർജി മൊമെന്റും ക്യാരി ചെയ്യുന്നുണ്ട്. ഫോട്ടോൺസിന് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട് hν. അതേപോലെ ഫോട്ടോൺസിന് മൊമെന്റ് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയും. ഒരു സർഫസിൽ പോയിട്ട് കൊളൈഡ് ആണെങ്കിൽ ആ സർഫസിൽ മൊമെന്റ് ഇമ്പാർട്ട് ചെയ്യാൻ, മൊമെന്റം, ഫോഴ്സ്, പ്രഷറൊക്കെ ഇമ്പാർട്ട് ചെയ്യാൻ മൊമെന്റത്തിന് കഴിയും. നെക്സ്റ്റ് ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കൽ ന്യൂട്രൽ, ഹെൻസ് ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്. ഫോട്ടോൺസ് ചാർജ്ലെസ് ആയ പാർട്ടിക്കിളാണ്. ചാർജ്ലെസ്സിലായ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് F = Q 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫോഴ്സ് F = Q × V × B. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ന്യൂട്രൽ പാർട്ടിക്കിളിൽ മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫോഴ്സ് എന്ത് ചെയ്യില്ല? എക്സ്പീരിയൻസ് ചെയ്യില്ല. ഫോട്ടോൺ പാർട്ടിക്കിൾ കൊളീഷൻ. ഫോട്ടോൺ ഒരു പാർട്ടിക്കിൾ ആയിട്ട് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ആ കൊളീഷൻ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി മൊമെന്റ് ഒക്കെ എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ഫോട്ടോൺ നമ്പർ ഈസ് നോട്ട് കൺസർവ്ഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകണം. ഫോട്ടോൺസിന്റെ നമ്പർ ഒരിക്കലും എന്തല്ല? കൺസർവ്ഡ് അല്ല. നോർമലി പാർട്ടിക്കിൾസിന് നമ്പർ കൺസർവ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഈ ഫോട്ടോൺസിന് നമ്പർ കൺസർവ് അല്ല. അതായത് ഒരു കൊളീഷൻ ഉള്ള ഒരു പ്രോസസ് നമ്മൾ എടുക്കാൻ വിചാരിക്കുക, കൊളീഷന്റെ മുമ്പ് കൊളീഷന് ശേഷം ഉണ്ടാകുന്ന ഫോട്ടോൺസിന് നമ്പർ ഒരിക്കലും എന്തായിക്കോളുന്നില്ല? കൺസർവ് ആയിക്കോളുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇതൊരു സർഫസ്. ഇവിടെ ലൈറ്റ് വന്ന് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിന് കംപ്ലീറ്റ് ഈ സർഫസ് എന്ത് ചെയ്യാം? അബ്സോർവ് ചെയ്യും. പിന്നെ ബാക്കി അവിടെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകാൻ അവിടെ എന്തുണ്ടായിക്കോളുന്നില്ല? ലൈറ്റ് ഉണ്ടായിക്കോളുന്നില്ല. അതായത് ഫോട്ടോൺസ് ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ ഈ കൊളീഷന്റെ മുമ്പ് എത്ര ഫോട്ടോൺസ് ഉണ്ടായത് അത്രയും ഫോട്ടോൺസിന് എപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല? കൊളീഷന്റെ ശേഷം ഉണ്ടായിക്കോളുന്നില്ല. അതായത് ഒരു പ്രോസസ്സിന്റെ മുമ്പ് ഉണ്ടാകുന്ന ഫോട്ടോൺസിന്റെയും പ്രോസസ് നടന്നു കഴിഞ്ഞാൽ ഫോട്ടോൺസിന്റെ നമ്പർ ഒരിക്കലും എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. ചില സമയത്ത് അത് കൂടാൻ, ചില സമയത്ത് എന്ത് ചെയ്യാം? കുറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് വിചാരിക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മെറ്റൽ സർഫസിൽ റേഡിയേഷൻ വന്ന് വീഴുന്നു, ഇലക്ട്രോൺ എനർജി അബ്സോർവ് ചെയ്യുന്നു, ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്തു. പക്ഷെ ഫോട്ടോൺസിനെ കുറിച്ച് പിന്നെ ഒന്നും അവിടെ പറഞ്ഞില്ല. ഫോട്ടോൺസ് ഡിസപ്പിയർ ആയി, ഫോട്ടോൺസിന്റെ നമ്പർ കുറഞ്ഞു. ഇനി വേറെ ചില റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പെയർ അനിഹിലേഷൻ. ഒരു ഇലക്ട്രോണും പോസിട്രോണും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗാമ റേഡിയേഷൻ ഉണ്ടാവും. അപ്പൊ ഈ പെയർ പെയർ അനിഹിലേഷന്റെ മുമ്പുള്ള ഫോട്ടോൺസ് നമ്പറും പെയർ അനിഹിലേഷൻ ശേഷമുള്ള ഫോട്ടോൺസ് നമ്പറും എന്തല്ല സെയിം അല്ല. പെയർ അനിഹിലേഷൻ നടന്നു കഴിഞ്ഞാൽ ഫോട്ടോൺസ് നമ്പർ അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോട്ടോൺസ് നമ്പർ കൺസിഡർ അല്ല. ഒരു പ്രോസസ് നടന്നു കഴിഞ്ഞാൽ ഫോട്ടോൺസ് നമ്പർ കൂടാം, ഫോട്ടോൺസ് നമ്പർ എന്ത് ചെയ്യാം? കുറയാം. റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ is 0. ഫോട്ടോൺസിന്റെ റെസ്റ്റ് മാസ് 0 ആയിരിക്കും. നെക്സ്റ്റ് ആണ് കൈനറ്റിക് മാസ്. അപ്പൊ ഫോട്ടോൺസിന് ആകെ ഒരു ടൈപ്പ് മാസ് ഉള്ളൂ. ഫോട്ടോൺസിന് കൈനറ്റിക് മാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ മൊമെന്റം ഓഫ് ഫോട്ടോന്റെ മൊമെന്റം എങ്ങനെയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കൈനറ്റിക് മാസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുമ്പോഴുള്ള മാസാണ്. റെസ്റ്റ് ഇരിക്കുമ്പോൾ ഒരിക്കലും ഫോട്ടോണിന് മാസ് ഉണ്ടാവില്ല. ഈ കൈനറ്റിക് മാസ് അതിന് ഒരുപാട് ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി റിലേറ്റിവിറ്റി വെച്ചിട്ടാണ് അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചാൽ മതി. റെസ്റ്റ് മാസ് ഫോട്ടോൺ 0. ഫോട്ടോൺസിന്റെ കൈനറ്റിക് മാസ് എത്ര ആയിരിക്കും? മൂവ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോൺസിന് മാസ് ഡിഫൈൻ ചെയ്യും. ആ ഫോട്ടോൺസിന്റെ മാസ് എത്രയെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ്. ഫോട്ടോണ് ലൈറ്റ് ആയിട്ടും ആക്റ്റീവും പാർട്ടിക്കിൾ ആയിട്ടും ആക്റ്റീവ്. ലൈറ്റ് ആയിട്ട് ആക്റ്റീവ് ആണെങ്കിൽ റേഡിയേഷൻ ആണെങ്കിൽ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി കഴിഞ്ഞു. പാർട്ടിക്കിൾ ആണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടിയാണ് മാസ്. അപ്പോൾ നോക്കുക, ഫോട്ടോൺ റേഡിയേഷൻ ആണെങ്കിൽ ഒരു എനർജി ഉണ്ടാവും hν. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാർട്ടിക്കിൾ ആണെങ്കിൽ പാർട്ടിക്കിൾ ഒരു എനർജി കണ്ടന്റ് ആണ്. ഏതൊരു പാർട്ടിക്കിൾ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു പാർട്ടിക്കിളിൽ m മാസ് ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന എനർജിയുടെ വാല്യൂ എത്ര ആയിരിക്കും? mc² ആയിരിക്കും. ഫോട്ടോൺ ഒരേ സമയം ലൈറ്റും റേഡിയേഷനും പാർട്ടിക്കിളും ആയിട്ട് ആക്ട് ഉണ്ട്. റേഡിയേഷൻ ആയിട്ട് ആക്ട് ആണെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവും ന്യൂ. ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ എനർജി എത്ര ആയിട്ട് വരും? hν. പാർട്ടിക്കിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടിയാണ് മാസ്. അപ്പോൾ ഫോട്ടോൺസിന് മാസ് ഉണ്ടായിരിക്കണം. മാസ് m ആണെങ്കിൽ അതിന് കിട്ടുന്ന എനർജിയുടെ കണ്ടന്റ് എത്ര ആയിരിക്കും? mc². ഈ രണ്ട് എനർജി കണ്ടന്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എനർജി കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ ഇതിന്റെ ബിഹേവിയർ എന്തായിരിക്കാം? ഡിഫറെന്റ് ആവാം. അപ്പൊ ഇതിന് m കാൽക്കുലേറ്റ് ചെയ്യാം. m = hν എന്ത് വരും? c². അപ്പൊ ഇതാണ് ഫോട്ടോൺസിന്റെ കൈനറ്റിക് മാസ്. റെസ്റ്റ് മാസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 0. കൈനറ്റിക് മാസിന്റെ വാല്യൂ വരും hν/ c². നിങ്ങൾ നോക്കുക, ഫോട്ടോൺസിന്റെ മൊമെന്റം സാധാരണ നമ്മൾ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാണ്. മൊമെന്റം പാർട്ടിക്കിൾസിനാണ് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാം. ഫോട്ടോൺ പാർട്ടിക്കിളിന്റെ മൊമെന്റം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക mv. ഇപ്പൊ ഈ m എന്ന് പറഞ്ഞാൽ മാസ് അല്ല, മാസ് ഇവിടെ കിട്ടിയില്ല hν/ c². ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ടിക്കിൾ അല്ലേ, അപ്പൊ അതിന്റെ വെലോസിറ്റി c തന്നെ. അപ്പൊ ആൻസർ വരും hν/c. ഇതാണ് ഫോട്ടോണിന്റെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. മൊമെന്റ് hν/c, കൈനറ്റിക് മാസ് hν/c². അപ്പോൾ ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അതുപോലെ ഫോട്ടോൺസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം?
If c is the velocity of light in free space, the correct statement about photon among the following. Energy of photon is E equal to h nu. Photonsന്റെ എനർജി E equal to h nu കറക്റ്റ് ആണ്. ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ ഒരു ഫോട്ടോന്റെ എനർജി എത്ര ആയിരിക്കും? h nu ആയിരിക്കും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വെലോസിറ്റി ഓഫ് ഫോട്ടോൺസിന്റെ വെലോസിറ്റി c ആണ്. ഫ്രീ സ്പേസിൽ എന്ന് പറഞ്ഞാൽ പക്ഷെ ആക്ച്വലി മെൻഷൻ ചെയ്യാത്തത് നമുക്ക് അങ്ങനെ എടുക്കാം. ഫ്രീ സ്പേസ് ആണെങ്കിൽ വെലോസിറ്റി എത്ര ആയിരിക്കും? c ആയിരിക്കും. മൊമെന്റം ഓഫ് ഫോട്ടോൺ നമ്മൾ നേരത്തെ പഠിച്ചു. മൊമെന്റം ഓഫ് p equal to h nu divided by c. കറക്റ്റ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇന്ന ഫോട്ടോ ഇലക്ട്രോൺ കൊളീഷൻ ബോത്ത് ടോട്ടൽ എനർജി ആൻഡ് മൊമെന്റം ആർ കൺസർവ്ഡ്. അതും കറക്റ്റ് ആണ്. ഫോട്ടോൺസിന്റെ കൊളീഷൻ മാറ്ററായിട്ട് ഉണ്ടാക്കുന്ന കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷനിലെ എനർജിയും കൈനറ്റിക് എനർജി മൊമെന്റം എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ഫോട്ടോൺ പൊസസ് പോസിറ്റീവ് ചാർജ്. റോങ്. കാരണം ഫോട്ടോൺസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടികളാണ്. ഫോട്ടോൺസിന്റെ ചാർജ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ്. ABCD സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ABCD സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് റോങ്. അപ്പൊ ആൻസർ വരും അവിടെ ഓപ്ഷൻ 3 ആയിട്ടുണ്ട്. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് വിത്ത് ആൻ ആവറേജ് ഫ്ലക്സ് 20 watt/m² ഫാൾസ് ഓൺ എ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. നോർമൽ ഇൻസിഡൻസ് ഹാവിംഗ് സർഫസ് ഏരിയ. അപ്പോൾ ഇതൊരു ഈ ഏരിയയിൽ ലൈറ്റ് വന്ന് വീഴാണ്. ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഈ സർഫസിന്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട് 20 cm². ഒരു ടൈം തന്നിട്ടുണ്ട് അവിടെ 1 minute, അതായത് 60 seconds. പിന്നെ എന്തോ ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അത് നമുക്ക് അത്ര പരിചയമില്ല. 20 watt/cm². ഫ്ലക്സ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ലൂമിനസ് ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല നമ്മള്. അപ്പോൾ നോക്കാം. ഇനി കാണാൻ പറ്റുന്നത് എനർജിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നോക്കുക, ഈ ക്വാണ്ടിറ്റി എന്താ നമുക്ക് അത്ര വലിയ ധാരണ ഇല്ല. പക്ഷെ അതിന്റെ യൂണിറ്റ് നോക്കുമ്പോൾ 20 watt/cm². ഈ വാട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? പവർ. cm² എന്തിന്റെ യൂണിറ്റ് ആണ്? ഏരിയ. പവർ ബൈ ഏരിയ ചെയ്താൽ എന്താ കിട്ടുക? ഇന്റൻസിറ്റി. അപ്പൊ ഈ തന്ന ക്വാണ്ടിറ്റി ഉണ്ട് ശരിക്കും ഇന്റൻസിറ്റി 20 watt/cm² എന്ന് പറഞ്ഞ തന്ന ക്വാണ്ടിറ്റി ശരിക്കും എന്താണ് അവിടെ? ഇന്റൻസിറ്റി ആണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കി ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ ജസ്റ്റ് അതിന്റെ യൂണിറ്റും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ watt/cm² ആയതുകൊണ്ട് വാട്ട് പവർ cm² ഏരിയ, പവർ ബൈ ഏരിയ എന്തായിരിക്കണം? ഇന്റൻസിറ്റി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് എനർജി റിസീവ്ഡ് ആണ്. എത്ര എനർജി ഇത് അബ്സോർബ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ നോക്കുക, എനർജി കാണണമെന്നുണ്ടെങ്കിൽ പവർ ഇൻറ്റു എന്ത് കിട്ടണം? ടൈം കിട്ടണം. ടൈം ഓൾറെഡി തന്നിട്ടില്ലേ? 60 seconds. നമുക്കിവിടെ പവർ അറിയണം. പവർ ഡയറക്റ്റ് ആയിട്ട് തന്നില്ല. പക്ഷെ പവർ കാണുന്നെങ്കിൽ നമുക്ക് റിലേഷൻ ഉണ്ട് ഇവിടെ. ഇന്റൻസിറ്റി ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഇതിന് പവർ ഈക്വൽ ടു ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ. അപ്പൊ ഇവിടെ എനർജി ഈക്വൽ ടു പവറിന് പകരം ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ടൈം. ഇന്റൻസിറ്റി 20 watt/cm² ഇൻറ്റു ഏരിയ 20 cm² ഇൻറ്റു. ഓപ്ഷനിലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യേണ്ടത്. ഓപ്ഷനിൽ കിടക്കുന്നത് ജൂളാണ്. അപ്പോൾ ഇവിടെ ടൈം സെക്കൻഡിൽ തന്നെ കൊടുക്കാം. ഈ cm² ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നോക്കൂ, ഒക്കെ ഇവിടെ SI വന്നിട്ടുണ്ട്, വാട്ടിൽ വന്നിട്ടുണ്ട്, സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആൻസർ വാട്ട് ഇൻറ്റു സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നത് ഏതെല്ലാം ആയിരിക്കും? ജൂൾ തന്നെ ആയിരിക്കും. യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ 20 × 20 × 60. 2 × 2 4, 4 × 6 2, 4 × 6 24, 24 × 10⁻³ ജൂൾ ആയിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? Next question. The number of photons per second on an average emitted by the source of monochromatic light of wavelength 600 nanometer when it delivers a power of 3 × 3 × 10⁻³ പവർ തന്നിട്ടുണ്ട് 3 × 3 × 10⁻³ വേവ് ലെങ്ത്. ആ ബൾബിന്റെ എന്തോ സോഴ്സ് ആണ് മോണോക്രോമാറ്റിക് ബൾബ് ആവാം, എന്തോ ആവാം. അതിന്റെ വേവ് ലെങ്ത് കണ്ടിട്ടുണ്ട് 600 nanometer. വിസിബിൾ ലൈറ്റ് തന്നെയാണ്. ആ റേഞ്ചിലാണ് വരുന്നത്. 300 to 700 nanometer റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഇക്വേഷൻ P ഡിവൈഡഡ് ബൈ h nu ആണ്. അല്ലെങ്കിൽ N/T ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ hc/λ. പവറിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 3.3 × 10⁻³ ലാംഡയുടെ വാല്യൂ 600 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എച്ചിന്റെ വാല്യൂ 6.6 × 10⁻34. സിയുടെ വാല്യൂ 3 × 10⁸. 600 നാനോമീറ്റർ മീറ്റർ ആക്കുക. കാരണം ആൻസർ കിട്ടുന്നത് SI ആയിരിക്കും 10⁻9.
ഓപ്ഷനിലോട്ട് നോക്കുക. ഓപ്ഷനിൽ നമ്പർ ഒന്നും തന്നില്ല, ആ 10ന്റെ പവർ ആ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാം. 10ന്റെ പവർ എത്രയാണെന്ന് നോക്കണം. ഒരു ഓർഡറിൽ എഴുതിയാൽ മതി, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആക്കി ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ നമ്പർ കിട്ടിയെന്ന് ശ്രദ്ധിക്കുക. നമ്പറുകൾ ആദ്യം ചെയ്തത് 3.3 × 6 ഡിവൈഡഡ് ബൈ 6.6 × 3. 10ന്റെ പവർ ചെയ്ത് ഇവിടെ 10⁻3, ഇവിടെ ഒരു 100 ഉണ്ട്, 10⁻9 ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 10⁻10 ആയിട്ട് വരും. 10⁻10 600 × സോറി 10⁻10 ഡിവൈഡഡ് ബൈ 10⁻34 10⁻8 10⁻26 ആയിട്ട് വരും. നിങ്ങൾ നോക്കുക, ഈ 3.3 3 അപ്രോക്സിമേറ്റ് ക്യാൻസൽ ചെയ്യാം. ഈ 6 6.6 അപ്രോക്സിമേറ്റ് ക്യാൻസൽ. ആൻസർ അപ്രോക്സിമേറ്റ്ലി അവിടെ 1 ആയിട്ട് വരും. ബാക്കി നോക്കൂ, 10⁻10 ഡിവൈഡ് ബൈ 10⁻26 26 ന്യൂമറേറ്റർ പ്ലസ് 26. അപ്പോൾ 10 എത്ര വരും? 16 ആയിട്ട് വരും. മനസ്സിലായ? അപ്രോക്സിമേറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. 10ന്റെ പവർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 3.3 3 6 ഒന്നും ഡിവൈഡ് ചെയ്ത് ടൈം കളയണ്ട. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് വർക്ക് ഫംഗ്ഷൻ. എന്താണ് ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് നോക്കുക. നമ്മൾ ഏതൊരു മെറ്റലിക്കാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ. മെറ്റൽസിന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് വർക്ക് ഫംഗ്ഷൻ. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ അതിന് എന്തായാലും എന്തും ഡിഫൈൻ ചെയ്യും, ഒരു വർക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് ചാർജ് ഈസ് ദ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജ്. അപ്പൊ അതിൽ ഇന്നേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്നാണ് അതിന്റെ മീനിങ്. നമ്മൾ ഏതൊരു മെറ്റൽ എടുക്കുകയാണെങ്കിലും ആ മെറ്റലിൽ എന്തുണ്ടായിരിക്കും? ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഈ മെറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഒക്കെ അവിടെ ബൗണ്ട് ചെയ്ത് കിടക്കുക. ഓരോ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് പാക്ക് ചെയ്ത് കിടക്കണം. അപ്പൊ ഇതിന്റെ ഒരുപാട് തിയറീസ് ഉണ്ട്. ബാൻഡ് തിയറി ഓഫ് സോൾഡ്സ് എന്നൊക്കെ പറയും. ഈ സോൾഡ്സിന് മെറ്റൽസിനകത്ത് ഓരോ എനർജി ബാൻഡുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ എനർജി ലെവൽസ് ഉണ്ട്. ആ ലെവൽസിനകത്താണ് ഓരോ ഇലക്ട്രോൺ ഉള്ളത്. ഇതിൽ ഓരോ ഇലക്ട്രോണിന്റെ എനർജി ഒക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അത് ഓരോ എനർജി ലെവൽസ് ആണ്, ഓരോ ബാൻഡാണ്, ഓരോ എനർജി ലെവൽസ് ആണ്. ഓരോ 2 ഇലക്ട്രോണൊക്കെ വരിക, അത് നിങ്ങൾ പഠിക്കും. ഓരോ ഇലക്ട്രോൺ സ്പിന്നപ്പ് ആയിട്ട് വന്ന് സ്പിൻ ഡൗൺ ആയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോന്നിൻ്റെയും എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ നിന്ന് ഈ മെറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നമുക്ക് റിമൂവ് ചെയ്യണം. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണെന്ത്? വർക്ക് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ഈസ് കാൾഡ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ പക്ഷേ നോക്കുന്ന കാര്യം മനസ്സിലാക്കണം, എല്ലാ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരേ എനർജി അല്ല കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരു മിനിമം എനർജി കൊടുക്കണം. ഒരു മിനിമം എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഈ എനർജി ലെവലുകളിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ അവിടുന്ന് റിമൂവ് ചെയ്യും. ആ എനർജിനെ വിളിക്കുന്ന പേരാണെന്ത്? വർക്ക് ഫംഗ്ഷൻ. അപ്പൊ എല്ലാ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി സെയിം അല്ല. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അത് കൊടുക്കുന്ന മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ടെസ്റ്റ് വർക്ക് ഫംഗ്ഷൻ മാക്സിമം ആയിട്ട് വരുന്നത് പ്ലാറ്റിനാണ്, 6.35 ഇലക്ട്രോൺ വോൾട്ട്. മിനിമം ആയിട്ട് വരുന്ന എലമെന്റ് ഏതായിരിക്കും? CC ആയിരിക്കും. അതിന്റെ വാല്യൂ 2.14. അപ്പോൾ ഇതാണ് വർക്ക് ഫംഗ്ഷൻ. ഇതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് എനർജി വലിയ ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് അതിന് നമ്മൾ സാധനം എടുക്കുന്ന യൂണിറ്റ് ഏതാണ്? ഇലക്ട്രോൺ വോൾട്ട്. നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എമിഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിൽ ഉള്ള ഇലക്ട്രോൺസിനെ അവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഏതൊക്കെ ടൈപ്പ് എമിഷൻസ് പോസിബിൾ ആണെന്നാണ് ചോദിക്കുക. അപ്പോൾ ആ മെറ്റൽ സർഫസിന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എനർജി ഏത് ഫോമിൽ കൊടുക്കണം? എനർജിക്ക് ഒരുപാട് ഫോംസ് ഉണ്ട്. ഇലക്ട്രിക് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി. അപ്പോൾ അങ്ങനെ ഏത് ഫോമിൽ കൊടുക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു എമിഷനാണ് തെർമിയോണിക് എമിഷൻ. അതായത് ഈ മെറ്റൽ സർഫസിലെ ഇലക്ട്രോൺ നമ്മൾ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് എന്നൊരു ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ ആ കൊടുക്കുന്ന എനർജി വർക്ക് ഫംഗ്ഷൻ അതിന് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മെറ്റലിലുള്ള എനർജി ലെവൽസിലുള്ള ഇലക്ട്രോൺ അവിടെ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ ആ ടൈപ്പ് എമിഷനെ വിളിക്കുന്ന പേരാണ് തെർമിയോണിക് എമിഷൻ. അപ്പോൾ സഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് എനർജി കൊടുത്തിട്ട് വർക്ക് ഫംഗ്ഷൻ അതിൽ കൂടുതലായിട്ടുള്ള ഹീറ്റ് എനർജി കൊടുത്തതിന് ശേഷം ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് എമിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമിയോണിക് എമിഷൻ. നെക്സ്റ്റ് ആണ് ഫീൽഡ് എമിഷൻ. ഇലക്ട്രിക്കൽ എനർജിയുടെ ഫോമിൽ എടുക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ മെറ്റൽ സർഫസ് നമുക്ക് പുള്ള് ചെയ്യാൻ കഴിയും. ആ ടൈപ്പ് എമിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീൽഡ് എമിഷൻ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10⁸ വോൾട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് അവിടെ നിന്ന് ജമ്പ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതായത് നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് റേഡിയേഷൻ എനർജി കൊടുക്കാം.
അത് ചിലപ്പോൾ UV ആവാം, വിസിബിൾ ആവാം, ഇൻഫ്രാറെഡ് ആവാം, അല്ലെങ്കിൽ അതിൽ കൂടിയുള്ള എക്സ്റേ റേഡിയേഷൻ ഒക്കെ ആവും. ഈ റേഡിയേഷൻ്റെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ റേഡിയേഷൻ്റെ പറഞ്ഞിട്ട് റേഡിയേഷനിൽ ഫോട്ടോൺസ് ഉണ്ട്. ആ എനർജി ക്യാരി ചെയ്യുന്ന യൂണിറ്റിലാണ് ഫോട്ടോൺസ്. ആ ഫോട്ടോൺസ് മെറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്യും. കൊളീഷൻ്റെ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം എക്സ്ചേഞ്ച്. ഫോട്ടോണിന്റെ എനർജി ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്യും. ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന എനർജി വർക്ക് ഫംഗ്ഷൻ അതിൽ കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രോൺ മെറ്റൽ സർഫസ് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ആ ടൈപ്പ് എമിഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന് നമ്മൾ സാധാരണ കറണ്ട് എന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാരണം ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കറണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്പ് എമിഷൻ ഉണ്ട്. തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ്. ഇത് സാധാരണ വേറെ ടൈപ്പ് എമിഷനും കൂടെ പറയാനുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഫീൽഡ് എമിഷൻ. അതായത് മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോണിനെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കൊണ്ട് കൊളൈഡ് ചെയ്യിക്കുക. അതായത് വേറെ ഇലക്ട്രോൺ വെച്ച് കൊളൈഡ് ചെയ്യിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിൾ വെച്ച് കൊളൈഡ് ചെയ്യിക്കുക. അങ്ങനെ കൊളൈഡ് ചെയ്യിക്കുമ്പോൾ ഈ കൊളൈഡ് ചെയ്യിക്കുന്ന പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺ ആയിട്ട് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യും. ആ ടൈപ്പ് എമിഷനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി എമിഷൻ. മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺസിനെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വേറെ പാർട്ടിക്കിൾസിനെ കൊണ്ട് കൊളൈഡ് ചെയ്യിക്കുക. കൊളീഷന്റെ സമയത്ത് കൈനറ്റിക് എനർജി മൊമെന്റ് എക്സ്ചേഞ്ച് ചെയ്യും. ആ ടൈപ്പ് കൊളീഷനാണ് ഇത് സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ്, ഈ ഫിഗർ നോക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. ഇവിടെ ഒരു കാഥോഡിന്റെ, കാഥോഡിൽ എടുത്തിട്ടുള്ള ഒരു മെറ്റലാണ് എടുത്തുള്ളത്. കാഥോഡ് എടുത്ത് നമ്മളൊരു ഫോട്ടോ ഇലക്ട്രിക് സെൻസിറ്റീവ് ആയാലും മെറ്റൽ, ഫോർ എക്സാമ്പിൾ CC അതുപോലത്തെ മെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബുണ്ട്. ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് കൂടെ ലൈറ്റ് വരികയാണ്. ആ ലൈറ്റ് മെറ്റൽ പ്ലേറ്റിൽ വന്ന് വീഴാണ്. ലൈറ്റ് മെറ്റൽ പ്ലേറ്റിൽ വന്ന് വീഴുന്ന സമയത്ത് മെറ്റലിൽ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ റേഡിയേഷൻ എനർജി അബ്സോർവ് ചെയ്യുന്നു, ഫോട്ടോണിന്റെ എനർജി അബ്സോർവ് ചെയ്യുന്നു. ഇത് വർക്ക് ഫംഗ്ഷനോ അതിൽ കൂടുതലാണെങ്കിൽ, വർക്ക് ഫംഗ്ഷൻ ആയാലും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. വർക്ക് ഫംഗ്ഷൻ അതിൽ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഈ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യാണ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനാണ് നമ്മൾ കറന്റ് എന്ന് പറയുക. ആ കറന്റിനെയാണ് നമ്മൾ ഫോട്ടോ കറന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യം നോക്കുന്നത് ഇതിന്റെ എഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസർ റേഡിയേഷൻ. ഈ റേഡിയേഷന്റെ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എന്ത് ചേഞ്ച് വരുന്നു നോക്കണം. നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മൾ പറയാറുണ്ട് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി എപ്പോഴും നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് പ്രൊപ്പോർഷനിലായിരിക്കും. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റ് കിട്ടുന്നതാണ് കൂടുതൽ ഫോട്ടോൺസ് വരുന്നുണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മളിവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്ത് വെക്കുകയാണ്? കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഒരു വേരിയബിളിനെ കുറിച്ചുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ബാക്കിയൊക്കെ എന്തായിരിക്കണം? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇന്റൻസിറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താക്കി വെക്കാണ്? കോൺസ്റ്റന്റ്. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരേ ലൈറ്റ് വരാം. എല്ലാ സമയത്തും ഇതിലൂടെ വരുന്ന ലൈറ്റ് ഏതായിരിക്കാം? വിസിബിൾ ലൈറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ എക്സ്പെൻഡ് ത്രൂ ഔട്ട് വരുന്ന ലൈറ്റ് ഏതായിരിക്കാം? UV ലൈറ്റ് ആയിരിക്കും. കാരണം ലൈറ്റ് മാറുമ്പോഴാണ് എന്ത് മാറുക? ഫ്രീക്വൻസി മാറാം. ഫ്രീക്വൻസി ഓരോന്നിനും ഫ്രീക്വൻസി ആയിരിക്കും. UVക്ക് ഒരു ഫ്രീക്വൻസി ആയിരിക്കും, വിസിബിൾ ഒരു ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഒരേ സോഴ്സ് തന്നെ വെക്കാം. മോണോക്രോമാറ്റിക് സോഴ്സ് തന്നെ അവിടെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഫോട്ടോൺസിന്റെ നമ്പർ കൂട്ടാണ്. അപ്പോൾ ഫോട്ടോൺസിന്റെ നമ്പർ കൂട്ടുന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫോട്ടോൺസ് വരാൻ വിചാരിക്കാം. ആദ്യം 5 ഫോട്ടോൺസ് വരുന്നു വിചാരിക്കാം. ആദ്യം വന്നത് 5 ഫോട്ടോണാണ്. 5 ഫോട്ടോൺ വന്നു കഴിഞ്ഞാൽ 5 ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. നമ്മൾ കറണ്ട് കാണണ്ടേ? കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ ടൈം അല്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് എപ്പോഴും ഇലക്ട്രോണിക് ചാർജ്. ഇപ്പോൾ 5 ഇലക്ട്രോൺ വന്നാൽ 5e ഡിവൈഡ് ബൈ t. ഇതായിരിക്കും എന്ത് വരിക? കറണ്ട് വരിക. ഇന്റൻസിറ്റി കൂട്ടണമെങ്കിൽ ഫോട്ടോണിന്റെ നമ്പർ കൂട്ടണം. അപ്പം ഈ ഫോർ എക്സാമ്പിൾ 10 ഫോട്ടോൺ വന്നു വിചാരിക്കുക. 10 ഫോട്ടോൺ വന്നു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. 10 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ കറണ്ട് 10e ഡിവൈഡ് ബൈ എന്തായിരിക്കും? t ആയിരിക്കും. നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഇത്ര മനസ്സിലാക്കേണ്ടുള്ളൂ. ഫോട്ടോണിന്റെ നമ്പർ കൂടുമ്പോൾ ഇന്റൻസിറ്റി കൂടും. അപ്പോൾ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണിന്റെ നമ്പർ കൂടും. ഇലക്ട്രോൺ നമ്പർ കൂടുന്നതനുസരിച്ച് ഇവിടെ എന്തും കൂടുന്നുണ്ട്? കറണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫോട്ടോ കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി വെൻ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റന്റ്. ഇതിപ്പോഴും ഈ കണ്ടീഷൻ വാലിഡ് ആയിട്ടുള്ളൂ. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോട്ടോ കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇന്റൻസിറ്റി ഡബിൾ ആയാൽ ഫോട്ടോ കറണ്ട് എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതിൻ്റെ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ, ഇന്റൻസിറ്റിനും ഫോട്ടോ കറണ്ട് ഗ്രാഫ് വരക്കുകയാണെങ്കിൽ x ആക്സിൽ ഇന്റൻസിറ്റി,
എക്സ് ആക്സിൽ ഇൻറ്റൻസിറ്റി, വൈ ആക്സിൽ ഫോട്ടോ കറണ്ട്. വൈ ആക്സിൽ ഫോട്ടോ കറണ്ട് എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ആയിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കും, ജസ്റ്റ് ഷേപ്പ് മാത്രം അറിഞ്ഞാൽ പോലെ സ്റ്റാർട്ടിങ് എവിടെയാണെന്നൊക്കെ അറിയണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റൻസിറ്റി 0. ഇൻറ്റൻസിറ്റി 0 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോണിന്റെ നമ്പർ 0 ആണ്. ഒരു ഫോട്ടോൺ ഇല്ലായിരിക്കുമ്പോൾ ഇൻറ്റൻസിറ്റി 0 ആവാം. ആ സമയത്ത് ഒരു ഇലക്ട്രോൺ വരില്ല, ഇലക്ട്രോൺ നമ്പറും 0 ആയിരിക്കും. ഇലക്ട്രോൺ നമ്പർ 0 ആണെങ്കിൽ കറണ്ട് എത്ര ആയിരിക്കും? 0. അപ്പൊ നമുക്ക് ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇന്റൻസിറ്റി കൂട്ടുന്നതനുസരിച്ച് ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ്. ഫോട്ടോ കറണ്ട് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഇന്റൻസിറ്റി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ വെൻ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റന്റ്. രണ്ടാമത്തെ സ്റ്റഡി എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഈ പൊട്ടൻഷ്യൽ കൂട്ടുന്നതനുസരിച്ച്, പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആനോഡ് പൊട്ടൻഷ്യലാണ്. ഈ ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എന്ത് ചേഞ്ച് വരുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഇനീഷ്യലി പൊട്ടൻഷ്യൽ കൂട്ടാണ്. ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഗ്രാഫ് നോക്കിയാൽ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവ്. ഇലക്ട്രോൺ അല്ലേ എമിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണിന് എപ്പോഴും ആദ്യം ഇവിടെ നെഗറ്റീവ്, ആദ്യം ഇവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവ്. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണിന്റെ എനർജി ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിന്റെ എനർജി ഡിഫറെന്റ് ആയതുകൊണ്ട് ഓരോന്നിന്റെയും കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടിയത് ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോൺസ് ആദ്യം തന്നെ ആനോഡിലെത്തും. അപ്പോൾ അതിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോൺസ് ആദ്യം തന്നെ ആനോഡിൽ എത്തിയിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വിചാരിക്കാം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിൽ പൊട്ടൻഷ്യൽ, വൈ ആക്സിൽ കറണ്ട്. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ഒന്നും അപ്ലൈ ചെയ്യില്ലെങ്കിൽ 0 വിചാരിക്കുക. കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോൺ ആണല്ലോ, അപ്പോൾ അവിടെ ഒരു കറണ്ട് കാണിക്കും. അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂട്ടല്ലേ, നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ കൈനറ്റിക് എനർജി കുറഞ്ഞ ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലായ ഇലക്ട്രോൺസ്, എല്ലാ ഇലക്ട്രോൺസും 10 ഇലക്ട്രോൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 10 ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കറണ്ട് മാക്സിമം ആയിട്ട് മാറി. നോക്കുക, ഇവിടെ അപ്പോൾ ഈ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. ഫോർ എക്സാമ്പിൾ 10 ഇലക്ട്രോൺസ് ഒന്ന് വിചാരിക്കാം. 10 എണ്ണത്തിൽ 2 എണ്ണത്തിൽ നല്ല സ്പീഡ് കൂടുകയാണെങ്കിൽ ആദ്യം തന്നെ ആനോഡിൽ കത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കറണ്ട് കാണിക്കും. ബാക്കി പൊട്ടൻഷ്യൽ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അത് എല്ലാതും ആനോഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇനി വരാൻ അവിടെ ഇലക്ട്രോൺ ഇല്ല, കറണ്ട് സ്റ്റഡി ആയിരിക്കും. അങ്ങനെ വരുന്ന മാക്സിമം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാച്ചുറേഷൻ കറണ്ട്. നമുക്ക് കറണ്ട് ഓഫ് നിർത്തണം വിചാരിക്കും, കറണ്ട് 0 ആക്കണം വിചാരിക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോ ഇലക്ട്രിക് നടക്കും, പക്ഷെ കറണ്ട് 0 ആക്കണമെങ്കിൽ ആ കാര്യം ചെയ്യാം. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഒന്നും എങ്ങോട്ട് എത്താൻ പാടില്ല? ഈ ആനോഡിലേക്ക് എത്താൻ പാടില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ കമ്മ്യൂട്ടേറ്ററിന്റെ കീ റിവേഴ്സ് ചെയ്യാം. കമ്മ്യൂട്ടേറ്ററിന്റെ കീ റിവേഴ്സ് ചെയ്തതിന് ശേഷം ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആവും, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആവും. ഇത് നോക്കുക, ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് അല്ല, ഇലക്ട്രോണിന്റെ ഒരു ചാർജ് നെഗറ്റീവ്. ഇവിടെ ആനോഡിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. കമ്പ്യൂട്ടറിന്റെ കീ റിവേഴ്സ് ചെയ്ത് ടെർമിനലിൽ മാറ്റി കൊടുക്കണം നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരിക്കലും ഇലക്ട്രോൺ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് റിപ്പൾഷൻ വരും അവിടെ. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ കൈനറ്റിക് എനർജിയിൽ ഇങ്ങോട്ട് വരുന്നു, നെഗറ്റീവ് ആയാലും പൊട്ടൻഷ്യലോട് കൊടുക്കുന്നു, ഇലക്ട്രോണോടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നോക്കുക, ആ ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ്, അങ്ങനെ ഇലക്ട്രോൺസ് സ്റ്റോപ്പ് ആവുന്നത് ഈ മാക്സിമം കൈനറ്റിക് എനർജി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ വരണ്ടായിരുന്നു, അതിനെ വരെ സ്റ്റോപ്പ് ചെയ്യാണ് ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നതനുസരിച്ച് ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കുറയും. അതായത് വെലോസിറ്റി കുറയുമ്പോൾ ഓരോന്നും പതുക്കെ സ്റ്റോപ്പ് ആവും. പതുക്കെ സ്റ്റോപ്പ് ആവുന്നതനുസരിച്ച് കറണ്ട് കുറയും. അങ്ങനെ മാക്സിമം കൈനറ്റിക് എനർജി വന്ന ഇലക്ട്രോൺ ഇല്ലേ, അതിനെ വരെ നമ്മൾ പൊട്ടൻഷ്യൽ നെഗറ്റീവ് കൂട്ടിങ്ങാണ്ട് സ്റ്റോപ്പ് ആക്കാണ്. ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് PS. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ഇറ്റ് ഈസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് അറ്റ് വിച്ച് ഫോട്ടോ കറന്റ് ബിക്കം 0. ഫോട്ടോ കറന്റ് 0 ആവുന്ന ആ ആനോഡ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതായത് അത് കാണിക്കാൻ നോക്കൂ, ഈ മാക്സിമം കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺ ഇല്ലേ, ½ Vmax², ഇതിനെ വരെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അത് ഈ ഇൻറ്റു എന്തായിട്ട് എടുക്കണം? അവിടെ VS ആയിട്ട്. ഇങ്ങനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണുക. VS ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. മാക്സിമം കൈനറ്റിക് എനർജി ഇലക്ട്രോണിനെ വരെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം.
അതിൽ നമ്മൾ ഈ കൈനറ്റിക് എനർജി മാക്സിനെ ഇ ഇൻറ്റു വി എസിനോട് എന്ത് ചെയ്യുക അവിടെ ഇക്വേറ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ കാര്യം മനസ്സിലായി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അതിൻ്റെ ഡെഫിനേഷൻ അതാണ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് അറ്റ് വിച്ച് ഫോട്ടോ കറന്റ് ബിക്കം സീറോ. ഫോട്ടോ കറന്റ് സീറോ ആയിട്ട് മാറുന്ന ആ ആനോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് ആണ് എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഈ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക? ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഓരോ ലൈറ്റിനും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ വഴിയുള്ളൂ, നമ്മൾ ആ ലൈറ്റിനെ തന്നെ മാറ്റേണ്ടി വരും. ആദ്യം വിസിബിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ യു വെച്ച് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ എനർജി കൂട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്റേ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടുക, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സോഴ്സ് തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ്, ഈ ഫ്രീക്വൻസി കൂട്ടി വിചാരിക്കാം. ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കണേ. ഇപ്പോൾ ഇവിടെ ഈ സോഴ്സിലേക്ക് ഇലക്ട്രോൺ ഫോട്ടോൺ വരികയാണ്. ഫോട്ടോൺ വരുന്ന സമയത്ത് ഈ ഫോട്ടോണിന്റെ എനർജിനെ ഇലക്ട്രോൺ അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വരുന്നത് വിസിബിൾ എക്സാമ്പിൾ, പിന്നെ വരുന്നത് യു വി, പിന്നെ വരുന്നത് എക്സ്റേ. അപ്പോൾ നോക്കുക, ഇതിനൊക്കെ ഇങ്ങോട്ട് ഫ്രീക്വൻസി കൂടുതലാണ്, വിസിബിളിനേക്കാൾ കൂടുതലാണ് യു വിയേക്കാൾ കൂടുതലാണ് എക്സ്റേ. അപ്പോൾ ഇവിടെ എനർജി കൂടി വരികയാണ്. എനർജി കൂടി വരുന്ന സമയത്ത് ഇവിടെ ഒരു മെറ്റലില്ലേ, അതിൻ്റെ ഒരു ഫിക്സ് ആയിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. ഫിക്സ് ആയിട്ട് വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ഇനി ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വിചാരിക്കാം. എക്സ് ആക്സിൽ ഫ്രീക്വൻസി, എക്സ് ആക്സിൽ ഫ്രീക്വൻസി ആണ് എടുക്കുന്നത്. വൈ ആക്സിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി. വൈ ആക്സിൽ എടുക്കുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് എടുക്കുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എടുക്കുക, അല്ലെങ്കിൽ ഈ കൈനറ്റിക് എനർജി എടുക്കാം. രണ്ടുമായിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഫ്രീക്വൻസി കൂടുകയാണ്. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടും. നമ്മൾ കെ മാക്സ് ഉദ്ദേശിക്കുന്നുള്ളേ, കെ മാക്സ് ഈക്വൽ ടു ഇ വി എസ് എന്നല്ലേ. ഫ്രീക്വൻസി കൂട്ടുന്നതനുസരിച്ച് എനർജി കൂടും, എനർജി കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ അത് ലീനിയർ ആയിട്ടാണ് കൂടുക. അപ്പോൾ ഞാൻ ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി. അതേപോലെ തന്നെ എഴുതാം, കൈനറ്റിക് എനർജി ആൾസോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. രണ്ട് ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇനി നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ഗ്രാഫ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സീറോ അല്ലേ, സീറോ ഫ്രീക്വൻസി, അതായത് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഫോട്ടോലിറ്റിക് നടക്കില്ല. ഫോട്ടോലിറ്റിക് നടന്നാലേ ഇലക്ട്രോണിക്സ് എമിറ്റ് ചെയ്യുള്ളൂ, കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരിക്കലും ഗ്രാഫ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ്, അതിന് കൂടുതൽ ഫ്രീക്വൻസി വന്നാലേ ഫോട്ടോലിറ്റിക് നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. Threshold frequency. The minimum frequency at which photoelectric emission takes place is called threshold frequency. Photoelectric emission നടക്കുന്ന മിനിമം ഫ്രീക്വൻസി ആണ് ത്രെഷോൾഡ്. ഇതിന് താഴത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല, ഫോട്ടോelectric emission ഉണ്ടാവില്ല. പക്ഷെ ഈ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരും, ഫ്രീക്വൻസി വരും. പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ രണ്ട് ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സ് ആക്സിൽ ഫ്രീക്വൻസി, വൈ ആക്സിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാലും ഗ്രാഫ് എങ്ങനെ തന്നെ വരും, അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നിങ്ങൾ നോക്കാം, ഇവിടെ സാധാരണ നമ്മൾ വേറൊരു ഗ്രാഫും കൂടെ വരയ്ക്കാറുണ്ട്. എക്സ് ആക്സില് പൊട്ടൻഷ്യൽ, ഒരു ലൈറ്റ് ആദ്യം ഞാൻ എടുക്കുന്നത് വിസിബിൾ ആണ്. വിസിബിൾ ആകുമ്പോൾ വിസിബിളിന്റെ ഫ്രീക്വൻസി കൂടുന്നു, ഫിക്സ്ഡ് ആയിട്ട് ഫ്രീക്വൻസി ഉണ്ട്. പൊട്ടൻഷ്യൽ കൂടുന്ന കറണ്ട് കൂടും, കറണ്ട് ഒരു മാക്സിമം ആയിട്ട് വരും. ഈ കറണ്ട് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഇൻറ്റൻസിറ്റിനെ. ഫോട്ടോ കറണ്ട് ഡയലി പക്ഷേ ഇൻറ്റൻസിറ്റി. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇത് വരച്ചത് വിസിബിൾ ലൈറ്റിനാണ്. പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്തു, ആനോഡ് പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്തു, കറണ്ട് കുറയുന്നു. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കറസ്പോണ്ടിങ് ടു വിസിബിൾ ലൈറ്റ്. അടുത്തത് ഫ്രീക്വൻസി മാറ്റിയില്ലേ, ലൈറ്റ് മാറ്റിയില്ലേ, റേഡിയേഷൻ മാറ്റി, യു വി ആക്കി മാറ്റുമ്പോൾ യുടെ ഗ്രാഫ് വരക്കാണ്. പക്ഷെ ഇൻറ്റൻസിറ്റി മാറിയിട്ടില്ല. ഇൻറ്റൻസിറ്റി മാറാത്തതുകൊണ്ട് കറണ്ട് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്തു,
റിവേഴ്സ് ചെയ്യുന്നതനുസരിച്ച് കറണ്ട് കുറയും, കറണ്ട് സീറോ ആകും. കറണ്ട് സീറോ ആക്കുമ്പോൾ നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കൂടുതലുണ്ട്. പക്ഷേ നെഗറ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഈ വിസിബിളിനെക്കാട്ടിലും ഫ്രീക്വൻസി കൂടുതലാണ് യു വി ലൈറ്റിന്. അതുകൊണ്ട് വിസിബിളിനെക്കാട്ടിലും ഫ്രീക്വൻസി കൂടുതലാണ് യു വിക്ക്. അതുകൊണ്ട് ഈ വിസിബിളിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഏതിന്? യുവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അടുത്തത് ലൈറ്റ് മാറ്റുന്നു, നമ്മൾ എടുക്കുന്ന എക്സ്റേ ആണ്. എക്സ്റേക്ക് ഇതിനേക്കാട്ടിലൊക്കെ ഫ്രീക്വൻസി കൂടുതലാണ്, പക്ഷേ ഇന്റൻസിറ്റി സെയിം ആയതുകൊണ്ട് ഇവിടെ ഈ സാച്ചുറേഷൻ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കറണ്ട് സീറോ ആക്കണം, പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്യുന്നു. ആനോട് പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്യുന്നു, നെഗറ്റീവ് ആകും തോറും കറണ്ട് കുറഞ്ഞു വരും. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആദ്യത്തെ രണ്ടായിരത്തിനേക്കാട്ടിലും എന്തായിരിക്കും? കൂടുതൽ. കാരണം ഈ വിസിബിളിനെക്കാട്ടിലും യു വിയെക്കാട്ടിലും ഒക്കെ ഫ്രീക്വൻസി കൂടുതലാണ് ഇതിന്, എക്സ്റേക്ക്. അപ്പൊ അതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് എ മെഷർ ഓഫ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. ഈ സാധാരണ ഇവിടെ വേറൊരു ഗ്രാഫ്, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ഗ്രാഫുകൾ സാധാരണ ചോദിക്കാറുണ്ട്. എക്സ്ട്രാ വേറൊരു ഗ്രാഫും കൂടെ വരക്കാറുണ്ട്. അതിന് മുമ്പേ ഗ്രാഫ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഗ്രാഫ് വരക്കണം. എക്സ് ആക്സിൽ ഇന്റൻസിറ്റി, വൈ ആക്സിൽ കൈനറ്റിക് എനർജി വരക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, എക്സ് ആക്സിൽ ഇന്റൻസിറ്റി ആണ്, വൈ ആക്സിൽ കൈനറ്റിക് എനർജി ഓർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. രണ്ടും ഏകദേശം ഒരേ മെഷർമെന്റ് ആണ്. അപ്പോൾ നോക്കുക, ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇന്റൻസിറ്റി കൂടാൻ ഫോട്ടോണിന്റെ നമ്പർ കൂടാണ്. ഫോട്ടോൺ നമ്പർ കൂടുമ്പോൾ ഇലക്ട്രോണിന്റെ നമ്പർ കൂടും, കറണ്ട് കൂടും. പക്ഷെ അതിന്റെ ഒന്നും എനർജി എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ഇവിടെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കണം? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇന്റൻസിറ്റി തന്നെ മോർ നമ്പറേ വരുന്നുള്ളൂ, ഒന്നിന്റെ എനർജി എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. അപ്പൊ അത് കോൺസ്റ്റന്റ്. ഇന്റൻസിറ്റി ഇത്രയും കൂടിക്കോട്ടെ, കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യില്ല. നെക്സ്റ്റ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ലോ കുറച്ച് ഇത് നമ്മളിവിടെ എക്സ്പെരിമെന്റ് സ്റ്റഡി നടത്തിയിട്ട് അതിന്റെ റിസൾട്ടുകളൊന്ന് കമ്പൈൻ ചെയ്ത് വിളിക്കുന്നതിന് പറയേണ്ട പേരാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് നമ്മളിവിടെ എക്സ്പെരിമെന്റ് സ്റ്റഡി പഠിച്ചിട്ടുണ്ട്, എഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി, എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ, എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി. അതിന്റെ മൂന്ന് ഒന്ന് കമ്പൈൻ ചെയ്ത് വിളിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ അതിന്റെ റിസൾട്ടുകളാണ് ശരിക്കും ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഇതാണ്, ഫോർ എ ഗിവൺ മെറ്റൽ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്, ഹൻസ് ഫോട്ടോ കറന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇന്റൻസിറ്റി. ഫോട്ടോ കറന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു intensity. Above threshold frequency, kinetic energy and stopping potential are directly proportional to frequency. Frequency threshold frequency കൂടുതലാണെങ്കിൽ കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഈ ഫ്രീക്വൻസിക്ക് എന്തായിരിക്കും? ലീനിയർ ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് ഇത് മൂന്നാമത്തെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. അതായത് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് സാധാരണ നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് എന്ത് വിളിക്കാറുള്ളത്? ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. അപ്പോൾ ഇവിടെ റേഡിയേഷൻ വരുന്നെങ്കിൽ ഫോട്ടോൺ വരുന്നു. ഫോട്ടോണ് ഇലക്ട്രോണിനെ കൊളൈഡ് ചെയ്യുന്നു. ആദ്യം ഒരു കൊളീഷൻ നടക്കുന്നുണ്ട് അവിടെ, ഫോട്ടോണും ഇലക്ട്രോണും തമ്മിൽ കൊളീഷന് ശേഷം ഈ എനർജി ഇതിന് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഇലക്ട്രോൺ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യും. ഇവിടെ ഒരു എമിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞതുള്ളൂ, ഈ കൊളീഷന്റെ എമിഷന്റെ ഇടയിൽ എന്ത് വരുന്നില്ല? ഒരു ടൈം ഗ്യാപ്പ് വരുന്നില്ല. ആ ടൈം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈം അത്ര ടൈം ഗ്യാപ്പ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മെഷർ ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ കൊളീഷൻ ഓഫ് ഫോട്ടോൺ ആൻഡ് എമിഷൻ ഓഫ് ഫോട്ടോൺ. നമ്മൾ നോക്കുക, അത് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ടൈം നമുക്കറിയാം. അതിനെയാണ് നമ്മൾ 1 ഷെയ്ക്ക് എന്ന് പറയാം. 1 ഷെയ്ക്ക് വരെയുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. 10⁻⁸ സെക്കൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ടൈം ഇന്റർവെൽ ഷെയ്ക്കിനെക്കാട്ടിലും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അത്രയും ചെറിയ ടൈം ഇന്റർവെല്ലാണ്, ലാഗ് ഒന്നും ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സാണ് ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ച ആൾ, ഡിസ്കവർ ചെയ്ത ആൾ എഡ്സൺ. പക്ഷെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത്, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ചിട്ട് ആണ് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിസ്കവർ ചെയ്തത് ഹെഡ്സ് ആണ്, എക്സ്പ്ലെയിൻഡ് ബൈ
ഐൻസ്റ്റീൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്ത് ഐൻസ്റ്റീൻ ആണ്. പക്ഷെ ഐൻസ്റ്റീൻ യൂസ് ചെയ്ത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ ഫോട്ടോഗ്രാഫി ഡിസ്കവർ ചെയ്ത ആള് ഹെഡ്സ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുത്ത ഐൻസ്റ്റീൻ. പക്ഷെ ഐൻസ്റ്റീൻ ആരുടെ തിയറി വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് ഐൻസ്റ്റീൻ എന്ത് ചെയ്ത് ഫോട്ടോഗ്രാഫി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഇതിനാണ് ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത്. ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കൊണ്ടുപോയത് ഐൻസ്റ്റീനാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഇതിലേക്കും വലിയ ഇത് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ തിയറി, റിലേറ്റിവിറ്റി, ജനറൽ തിയറി, റിലേറ്റിവിറ്റി, ഇതിനൊന്നും എന്ത് കിട്ടില്ല, നോബൽ പ്രൈസ് കിട്ടിയില്ല. അപ്പൊ ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് ഏതിനാണ്? ഫോട്ടോഗ്രാഫി എക്സ്പ്ലെയിൻ ചെയ്തത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് ഹെഡ്സ് കണ്ടുപിടിച്ച ഫോട്ടോഗ്രാഫിനെ സാറ്റിസ്ഫൈഡ് എക്സ്പ്ലനേഷൻ കൊടുത്തതിനാണ് ഐൻസ്റ്റീൻ എന്ത് ചെയ്തത് പിന്നെ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ നോക്കാം, ഇവിടെ ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഐൻസ്റ്റീൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? വളരെ സിമ്പിളാണ്. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഇതൊരു മെറ്റൽ. ഏതൊരു മെറ്റൽ ആകുമ്പോൾ അതിനൊരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും, ഫൈ. ത്രഷോൾഡ് ഫ്രീക്വൻസി h0, ത്രഷോൾഡ് വേവ് ലെങ്ത്തിന്റെ ടൈമിൽ hc/λ0. റേഡിയേഷൻ വന്ന് മെറ്റലിലേക്ക് വീഴുന്നു. റേഡിയേഷൻ ആകുമ്പോൾ ഫ്രീക്വൻസി വേണ്ടേ, വേവ് ലെങ്ത് വേണം. റേഡിയേഷൻ ആകുമ്പോൾ എനർജി വേണ്ടേ, hν അല്ലെങ്കിൽ hc/λ. മെറ്റലിനൊക്കെ ഇലക്ട്രോൺ ഉണ്ട്. മെറ്റലിന്റെ ബാൻഡുകൾ, എനർജി ബാൻഡിനകത്തൊക്കെ ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. എനർജി ലെവൽസിലൊക്കെ ഇലക്ട്രോൺ ഉണ്ട്. ഈ എനർജി ലെവൽസിൽ ഇട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് റേഡിയേഷൻ എനർജി അബ്സോർവ് ചെയ്യുന്നു. വർക്ക് ഫംഗ്ഷനോ അതിൽ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് എമിറ്റ് ചെയ്തു പോകും. ഫോട്ടോൺ അവിടെ ഡിസപ്പിയർ ചെയ്തു. അതാണ് ഫോട്ടോണിന്റെ നമ്പർ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസർവ് ചെയ്യുന്നില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കഴിഞ്ഞാൽ ഫോട്ടോണിന്റെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫോട്ടോ നമ്പർ ഇസ് നോട്ട് കൺസർവ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കാം, ഐൻസ്റ്റീൻ പറഞ്ഞതാണ് വരുന്ന റേഡിയേഷന്റെ എനർജി കുറച്ചിത് വർക്ക് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു. ബാക്കി വരുന്നത് ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. ഇതിനാണ് ചിലപ്പോൾ ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് നിങ്ങൾ ആയിരിക്കും. പക്ഷെ ഇതിനകത്തുള്ള തിയറി വലിയാണ്. റേഡിയേഷന്റെ എനർജി വെച്ച് കുറച്ച് വർക്ക് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു, ബാക്കി ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഈ നോക്കുക, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന് ഒരുപാട് ഫോംസ് നമുക്ക് എഴുതാം. ഇതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ. ഇതിന് ഒരുപാട് ഫോംസ് എഴുതാം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എനർജി ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി. വർക്ക് ഫംഗ്ഷൻ എനർജിനെ മാറ്റി എഴുതാം, hν. വർക്ക് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാം, hν0 പ്ലസ് ke max എഴുതാം. ke max ഇനി വേറെ എങ്ങനെ എഴുതാം, ke max ഇങ്ങനെ എഴുതാം, EVS എഴുതാം, ഓർ ഹാഫ് m Vmax സ്ക്വയർ ഇങ്ങനെ എഴുതാൻ പറ്റും. വേവ് ലെങ്ത്തിന്റെ ടൈം എഴുതാണെങ്കിൽ എനർജിനെ ഇങ്ങനെ എഴുതാം, hc/λ. വർക്ക് ഫംഗ്ഷൻ hc/λ0 പ്ലസ് ke max. ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ke max ഞാൻ പറഞ്ഞു E × Vs എഴുതാം, അല്ലെങ്കിൽ ഹാഫ് m × Vmax സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ബേസിക് ആയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു മെറ്റൽക്ക് ഒരു റേഡിയേഷൻ വരുന്നുണ്ട്. റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ് തന്നത്. പക്ഷെ മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. റേഡിയേഷന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞത് ഇലക്ട്രോണിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതാണ് ക്വസ്റ്റ്യൻ. റേഡിയേഷൻ വന്ന് മെറ്റലിൽ വീണു. റേഡിയേഷന്റെ എനർജി ഒന്നും തന്നില്ല, വേവ് ലെങ്ത് തന്നു. മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നു. ഇലക്ട്രോണിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഇക്വേഷനുള്ള എനർജി ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ഈ തന്നത് ക്വസ്റ്റ്യൻ എന്താണോ തന്നത്, നമ്മളോട് എന്താണോ കാണാൻ പറഞ്ഞത്, അതിനനുസരിച്ച് ഇക്വേഷനുകളൊന്ന് മാറ്റി ചെയ്താൽ. ക്വസ്റ്റ്യനിൽ എനർജി തന്നിട്ടില്ല, hc/ എന്ത് ചെയ്താ, λ. മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ ഡയറക്റ്റ് തന്നല്ലോ, തന്നിട്ടില്ല. അതിന് പകരം hν0 എഴുതാം. പ്ലസ് കൈനറ്റിക് എനർജി ആണോ കാണാൻ പറഞ്ഞത്, അതല്ലേ കാണാൻ പറഞ്ഞത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതിന്റെ ടൈമിൽ ഇത് എഴുതാം. ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത്. രണ്ടാമതൊരു എക്സാമ്പിൾ, മെറ്റല് റേഡിയേഷന്റെ എനർജി തന്നു, ഡയറക്റ്റ് തന്നു. മെറ്റലിന്റെ
മെറ്റലിന്റെ ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നു. കാണാൻ പറഞ്ഞത് ഇലക്ട്രോണിന്റെ മാക്സിമം വെലോസിറ്റി ഇലക്ട്രോണെ വെച്ച്. ഇക്വേഷൻ തന്നെ എനർജി ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി. എനർജി തന്നിട്ടുണ്ട്, അപ്പൊ ഈ എന്ന് എഴുതാം. വർക്ക് ഫംഗ്ഷൻ തന്നില്ല, ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, hc/λ0. കൈനറ്റിക് എനർജി ഒന്നല്ല ചോദിച്ചത്, ഇലക്ട്രോണിന്റെ മാക്സിമം വെലോസിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ടേമിലുള്ള കൈനറ്റിക് എനർജി ഇക്വേഷൻ എഴുതാ 12m × Vmax². മനസ്സിലായി? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് നമ്മോട് എന്താണോ കാണാൻ പറഞ്ഞത് അതിനനുസരിച്ച് ഫോട്ടോഇലക്ട്രിക്കിന്റെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മാറ്റി എഴുതാം. ഇങ്ങനെയാണ് പ്രോബ്ലംസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരിക. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഫോട്ടോഇലക്ട്രിക് അഫയറിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്താൽ അതുവരെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നീറ്റ് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് സീസിയത്തിന്റെ വർക്ക് ഫംഗ്ഷൻ 2.14. പൊട്ടാസ്യത്തിൻ്റെത് 2.30. സോഡിയത്തിൻ്റെത് 2.75. 3 മെറ്റലാണ്. ഇതിനൊക്കെ ഒരു റേഡിയേഷൻ വരുന്ന റേഡിയേഷൻ സെയിം ആണ്. ഈ വരുന്ന റേഡിയേഷൻ്റെ ഒക്കെ 2.2 ആണ് ഇലക്ട്രോൺ. ഏതിലാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാളിംഗ് ഓൺ എ മെറ്റൽ സർഫസ് then ഇലക്ട്രോൺസ് ആർ എമിറ്റ്. അപ്പൊ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ സ്യൂട്ടബിൾ എനർജി ഉള്ള റേഡിയേഷൻ വന്ന് വീണാലേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. അതായത് ആ വന്ന് വീഴുന്ന റേഡിയേഷന്റെ എനർജി ഒന്നെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയാലും ഫോട്ടോഇലക്ട്രിക്, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷനേക്കാളും എന്തായിരിക്കണം കൂടുതൽ. അപ്പൊ വന്ന് വീഴുന്നത് 2.2. ഇവിടെ വർക്ക് ഫംഗ്ഷൻ 2.14 ആണ്. ഇവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അടുത്തത് അപ്പൊ ഇവിടെ നോക്കുക, ഈ സീസിയത്തിൽ മാത്രമേ അവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുള്ളൂ. കാരണം സീസിയത്തിന്റെ വർക്ക് ഫംഗ്ഷൻ 2.14, വന്ന് വീഴുന്ന 2.2. വന്ന് വീഴുന്ന റേഡിയേഷൻ എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണ് എമിറ്റ് ചെയ്യും. പൊട്ടാസ്യത്തിന്റെ വർക്ക് ഫംഗ്ഷൻ 2.3 ആണ്, വന്ന് വീഴുന്ന 2.2 ഉള്ളൂ, എമിറ്റ് ചെയ്യൂല. സോഡിയത്തിന്റെ വർക്ക് ഫംഗ്ഷൻ 2.75 ഉണ്ട്, പക്ഷെ വന്ന് വീഴുന്ന റേഡിയേഷൻ എനർജി എത്രയേ ഉള്ളൂ? 2.2. ഇവിടെ എമിറ്റ് ചെയ്യില്ല. അപ്പൊ ആൻസർ CS ആണ്. സീസിയത്തിന് മാത്രമേ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോ കറന്റ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when the energy of incident radiation is increased by 20%, kinetic energy of photoelectrons changes from 0.5 to 0. Then work function. ഞാൻ പറഞ്ഞു ഫോട്ടോഇലക്ട്രിക്കിന്റെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 കേസ് ആയിട്ടാണ് എപ്പോഴും ചോദിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും 2 ഇക്വേഷൻ ചെയ്താൽ 2 ഇക്വേഷനും കൂടെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ എനർജി ഒരു മെറ്റലല്ലേ, മെറ്റലിക്ക് റേഡിയേഷൻ വന്ന് വീഴുന്നു, റേഡിയേഷൻ എനർജി ഞാൻ ആയിട്ട് എടുക്കുകയാണ്. മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 5. ആ സമയത്തെ കൈനറ്റിക് എനർജി 0.5. രണ്ടാമത്തെ കേസ് നോക്കൂ, എനർജി ഇൻക്രീസ് ചെയ്ത് 20% കൂടി. 20% കൂടിയാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം 1.2 ആയിട്ട് എടുക്കാം. ആദ്യം ആണ് 20% കൂടിയാൽ 1.2. 1.2 ഈക്വൽ ടു സെയിം മെറ്റലിക്കല്ല വന്നു വീഴുന്നത്. മെറ്റൽസിന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി അല്ലേ വർക്ക് ഫംഗ്ഷൻ, അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ 5 പ്ലസ് കൈനറ്റിക് എനർജി 0.8 EV. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ വർക്ക് ഫംഗ്ഷൻ എത്രയെന്നാണ് കാണേണ്ടത്. അപ്പോൾ നോക്കുക, ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യലാണ് മെത്തേഡ്. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഇതിൽ ഈ ഫൈയുടെ വാല്യൂ എത്രയെന്നാണ് ഇവിടെ കാണേണ്ടത്. ഫൈയുടെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യും. ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. 2 ന്ന് 1 മൈനസ് ചെയ്യാം. 1.2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.2 ഈക്വൽ ടു 5 മൈനസ് 5 0. 0.8 മൈനസ് 0.5 0.3. അപ്പൊ ഈക്വൽ ടു എന്ത് വരും? 0.3 0.0. 3/2 എത്ര? 3/2 1.5 അല്ല, അപ്പൊ 0.15 ആണ്. 3/2 ചെയ്യുക. 3/2 ചെയ്ത് കഴിഞ്ഞാൽ സോറി 1.5 ആണ് ആൻസർ. ഈയുടെ വാല്യൂ 1.5 EV. അത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1.5 EV ഈക്വൽ ടു
5 പ്ലസ് 0.5. ഈ കിട്ടിയ ഇയുടെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 ഈക്വൽ ടു 1.5 EV മൈനസ് 0.5 EV. ആൻസർ തരും 1 EV, 1 ഇലക്ട്രോൺ വോൾട്ട് ആൻസർ വരും. അപ്പോൾ എപ്പോഴും ഇതാണ് മെത്തേഡ്. ഫോട്ടോലിറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, 2 ഇക്വേഷൻ എഴുതുന്നു, 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 2 ആയിട്ട് വരും. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി സെയിം ക്വസ്റ്റ്യൻ മെറ്റൽ വരക്കുന്നു. 2 nu0 ഈസ് ഇൻസിഡന്റ് ഓൺ മെറ്റൽ. മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി nu0. മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ആദ്യം വരുന്നു. ലൈറ്റിന്റെ ആദ്യത്തെ ഫ്രീക്വൻസി 2 nu0. ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതലല്ലേ, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ഇലക്ട്രോണിന്റെ മാക്സിമം വെലോസിറ്റി ആണ്. രണ്ടാമത്തെ കേസിൽ റേഡിയേഷൻ മാറ്റി, ഫ്രീക്വൻസി 5 nu0. ആ സമയത്ത് ഇലക്ട്രോൺ എമിറ്റ്, ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസികൾ കൂടുതലല്ലേ, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ഇലക്ട്രോണിന്റെ വെലോസിറ്റി മാക്സിമം വെലോസിറ്റി V2. അങ്ങനെയാണെങ്കിൽ V1 V2 റേഷ്യോ ആണ് ചോദിച്ചു. 2 ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നതും ചോദിക്കുന്നത് വെച്ച് ഫോട്ടോലിറ്റിക് ഇക്വേഷൻ മാറ്റി ചെയ്താൽ അതിനുശേഷം 2 ഇക്വേഷൻ ആക്കി ചെയ്താൽ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഫോട്ടോലിറ്റിക് ഇക്വേഷൻ എന്താണ്? എനർജി ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. എനർജി ഇങ്ങനെ എഴുതാം, 2h nu0 ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ h nu0. ത്രെഷോൾഡ് ഫ്രീക്വൻസി nu0 ആണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ h nu0 പ്ലസ് കൈനറ്റിക് എനർജി. വെലോസിറ്റിയുടെ ഒക്കെ റേഷ്യോ അല്ലേ ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ ½ v1² എഴുതാം. ഇതിങ്ങനെ എഴുതാം, ½ v1² ഈക്വൽ ടു ഇങ്ങനെ എഴുതട്ടോ, 2h nu0 മൈനസ് h nu. അപ്പോൾ ആൻസർ h nu0. ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ രണ്ടാമത്തെ എഴുതട്ടോ. രണ്ടാമത്തത് 5h nu0 ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ h nu0 ½ v2². അപ്പോൾ ഇതിങ്ങനെ എഴുതാം, ½ v2² ഈക്വൽ ടു 4h nu0. ഇക്വേഷൻ നമ്പർ 2. ഞാൻ പറഞ്ഞു 2 ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യുക. റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. അപ്പോൾ ½ v1² ഡിവൈഡഡ് ബൈ ½ v2² ഈക്വൽ ടു h nu0 ഡിവൈഡഡ് ബൈ 4h nu0. ½ h nu0 ക്യാൻസൽ. v1² ഡിവൈഡഡ് ബൈ v2² ഈക്വൽ ടു 1/4. അപ്പോൾ v1/v2 എന്ന് പറഞ്ഞാൽ 1/2, അതായത് 1:2. 1:2 ആൻസർ ആയി. ഫോട്ടോലിറ്റിക്കേഷൻ എഴുതുന്നു, എന്താണോ ചോദിച്ചത് അതിൻ്റെ ടേബിൾസ് മാറ്റി എഴുതുന്നു. 2 ഇക്വേഷൻ, 2 കേസ് ആണെങ്കിൽ 2 ഇക്വേഷൻ എഴുതാം. 2 ഇക്വേഷൻ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും 2 കേസ്, അത് അവിടെ 2 കേസിലാണ് ചോദിക്കുന്നത്. ഒരു മെറ്റൽ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഒരു മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിലൊക്കെ ടേംസിലാണ് ക്വസ്റ്റ്യൻ. ത്രെഷോൾഡ് ഫ്രീക്വൻസി ആ nu0 ആയിട്ട് എടുക്കണം. റേഡിയേഷൻ വന്ന് വീഴുന്നു, ലൈറ്റിന്റെ ഫ്രീക്വൻസി 1.5 ടൈംസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. രണ്ടാമത്തെ കേസിൽ, അപ്പോൾ ഈ സമയത്ത് ഫോട്ടോ കറന്റുകളൊക്കെ I ആയിട്ട് എടുത്തോളി. ഫോട്ടോ കറന്റ് I ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കേസിൽ വാട്ട് വിൽ ബി ദ ഫോട്ടോ കറന്റ് ഇഫ് ദ ഫ്രീക്വൻസീസ് ഹാഫ്. ഫ്രീക്വൻസി ഹാഫ് ആക്കി. ഫ്രീക്വൻസി ഹാഫ് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ 1.5 nu0ന്റെ ഹാഫ്. അപ്പം എത്ര വരും? 0.5 nu0. ഈ സമയത്ത് ഫോട്ടോ കറന്റ് എത്ര എന്നാണ് ചോദിച്ചത്. ഫോട്ടോ കറന്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണം, ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം, അപ്പോഴാണ് ഫോട്ടോ കറന്റ് ആവുക. ഇലക്ട്രോൺസ് മെറ്റലിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകണം. അത് സർക്യൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫോട്ടോ കറന്റ് ആയിട്ട് പറയാം. അങ്ങനെ വീണമെന്നുണ്ടെങ്കിൽ ഈ വന്ന് വീഴുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, കൂടുതലായിരിക്കും. അപ്പോൾ നോക്കുക, മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി nu0 അല്ലേ, വന്ന് വീഴുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എത്രയാണ്? 0.5 nu0 അല്ലേ. അവിടെ ഒരിക്കലും എന്ത് നടക്കൂല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കൂല. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ലെങ്കിൽ കറന്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഫോട്ടോ കറന്റിന്റെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം 1.5 ആണ് വരുന്നത്, പിന്നെ അതിന്റെ പകുതി 0.5. പക്ഷെ മെറ്റലിന്റെ ത്രെഷോൾഡ് 5 nu0, മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി nu0 ആയതുകൊണ്ട് ത്രെഷോൾഡ് ഒന്ന് വീഴുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവായതുകൊണ്ട് ഒരിക്കലും പിന്നെ അവിടെ എന്ത് എമിറ്റ് ചെയ്യില്ല, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യില്ല. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഫോട്ടോ കറന്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ഫിഗർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇൻഡിക്കേഷൻ വെച്ച് നമ്മൾ ചെയ്യാം. ഫോട്ടോൺ വിത്ത് എനർജി, വന്നു വീഴുന്ന ഫോട്ടോണിന്റെ എനർജി 5 ഇലക്ട്രോൺ വോൾട്ട്. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജി 2 ഇലക്ട്രോൺ വോൾട്ട്.
രണ്ടാമത്തെ കേസ് ഫോട്ടോണിന്റെ എനർജി കൂട്ടി 6 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ചോദിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കാം. ആദ്യത്തെ ഇക്വേഷൻ ഇതാ, എനർജി വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ആദ്യത്തെ എനർജി 5 ഇലക്ട്രോൺ വോൾട്ട്, വർക്ക് ഫംഗ്ഷൻ തന്നിട്ടില്ല, കൈനറ്റിക് എനർജി 2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇതിന് വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ ആദ്യം കിട്ടും 3 ഇലക്ട്രോൺ വോൾട്ട്. ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതാണ് ആദ്യം കിട്ടുന്ന ഐഡിയ. അതേ മെറ്റലിക്ക് തന്നെയാണ് ഈ രണ്ടാമത്തെ കേസ് നടക്കുന്നത്. അപ്പൊ ഇവിടെ 6 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് ചോദിച്ച സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ, എനർജി ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. സ്റ്റെപ്പ് ഒന്നും കൂടി കൂട്ടി ചെയ്താൽ എനർജിയുടെ വാല്യൂ 6 ഇലക്ട്രോൺ വോൾട്ട്, വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ 3 ഇലക്ട്രോൺ വോൾട്ട്. ചോദിച്ചത് കൈനറ്റിക് എനർജി എന്നല്ല സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. അതിൻ്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ ഇ ഇൻറ്റു വി എസ്. അപ്പോൾ ഇ ഇൻറ്റു വി എസ് ഈക്വൽ ടു 3 EV എന്ന് വരും. അപ്പോൾ ഈ വി എസിന്റെ വാല്യൂ നോക്കുക 3V എന്നാണ് കിട്ടും. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ചില ക്വസ്റ്റ്യനിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് അറ്റ് വിച്ച് ഫോട്ടോ കറന്റ് ബിക്കം 0. ഫോട്ടോ കറന്റ് 0 ആവുന്ന ആനോഡിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ നമ്മളിങ്ങനെ കിട്ടും, ഇപ്പൊ നമുക്ക് 3 വോൾട്ട് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒരിക്കലും എന്തായിട്ട് വരില്ല, പോസിറ്റീവ് ആയിട്ട് വരില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എപ്പോഴും എന്തേ വരുള്ളൂ, നെഗറ്റീവ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിന്റെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നോക്കാം, അതിന് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ 3 വോൾട്ടാണ് കിട്ടിയപ്പോൾ ആൻസർ എത്ര ആയിട്ട് എടുക്കണം, -3 വോൾട്ട് ആയിട്ട് എടുക്കണം. ഇനി ചില ക്വസ്റ്റ്യനിൽ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നെഗറ്റീവ് ആയിട്ട് തരില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾറെഡി നെഗറ്റീവ് നമുക്ക് ഐഡിയ ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചില ഓപ്ഷൻ ഇങ്ങനെയാണ് വിചാരിക്കട്ടെ നിങ്ങൾ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് ഇങ്ങനെ വിചാരിക്കാം. നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ 4 വോൾട്ടാണ് വിചാരിക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് എപ്പോൾ പോസിറ്റീവോ ഇവിടെ ഒരിക്കലും എന്താവില്ല, പോസിറ്റീവ് ആവില്ല, നെഗറ്റീവ് ഉള്ളൂ. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക -4 ആണ്, എല്ലാ ആൻസറും നെഗറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ആൻസറിനെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് ഇല്ലാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് കൺസിഡർ ചെയ്യാം. നെഗറ്റീവ് ഇല്ലാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് കൺസിഡർ. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, 3 വോൾട്ട് ഉണ്ട്, 4 വോൾട്ട് ഉണ്ട്, -1 വോൾട്ട് ഉണ്ട്, -3 വോൾട്ട്. നെഗറ്റീവും പോസിറ്റീവും കൂടെ വരികയാണെങ്കിൽ നമ്മൾ ഏത് കൺസിഡർ ചെയ്യാം, അവിടെ നെഗറ്റീവ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നെഗറ്റീവ് ഇല്ലാത്ത 4 ഓപ്ഷൻ പോസിറ്റീവ് ആണെന്നെങ്കിൽ പോസിറ്റീവ് എടുത്ത് പോവുക. കാരണം ഓൾറെഡി അവിടെ അണ്ടർസ്റ്റുഡ് ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെ വരാൻ പറ്റുമോ, നെഗറ്റീവ്. അപ്പോൾ ഇതിന്റെ ആ മോഡുലസ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് നെഗറ്റീവും പാടെ മിക്സ് ആക്കി തരികയാണെങ്കിൽ നെഗറ്റീവിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇത് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്, മോർ കറക്റ്റ് അല്ലെങ്കിൽ മോർ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ഡി ബ്രോഗ്ലി വേവ് ഓർ മാറ്റർ വേവ്. അപ്പോൾ നോക്കുക, ഈ ഡി ബ്രോഗ്ലി വേവ് ഓർ മാറ്റർ നമ്മൾ ഒരുപാട് ടൈപ്സ് വേവ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് ടൈപ്സ് വേവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, സൗണ്ട് വേവ്, അതുപോലെ ഒരുപാട് ടൈപ്സ് വേവ്. അപ്പോൾ അതുപോലെ വരുന്നൊരു വേവാണ് ഡി ബ്രോഗ്ലി. അപ്പോൾ എന്താണ് ഈ ഡി ബ്രോഗ്ലി വേവ്? അപ്പോൾ ഡി ബ്രോഗ്ലി വേവിൻ്റെ ഐഡിയ എത്ര ഉള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാറ്ററിന് എനർജി ഉണ്ടാക്കാം, തിരിച്ച് എനർജീനെ എന്തുണ്ടാക്കാം, മാറ്റർ ഉണ്ടാക്കാം. മാറ്ററിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, തിരിച്ച് എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, മാറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ വരുന്ന സമയത്ത് മാറ്ററിന്റെ നേച്ചർ ഓൾറെഡി ഉള്ള നേച്ചർ ഏതാണ്, പാർട്ടിക്കിൾ. എനർജിക്ക് ഓൾറെഡി ഉള്ള നേച്ചർ ഏതാണ്, മാറ്ററിനെ എനർജിക്ക് ഓൾറെഡി എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ കിട്ടോ, എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ നേച്ചർ, വേവ് നേച്ചർ. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വന്ന സമയത്ത് നമ്മൾ സ്റ്റഡി ചെയ്തത് ഇതാണ്, നമ്മൾ ഒബ്സർവ് ചെയ്തത് മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചറും എനർജിയുടെ വേവ് നേച്ചറും. അതാണ് നമ്മൾ ഡെയിലി കാണുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വന്ന സമയത്ത് റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ കണ്ടുപിടിച്ചു. റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതെന്ന് പറഞ്ഞു. റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, റേഡിയേഷന് വേവ് നേച്ചർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാറ്ററിന് ഓൾറെഡി പാർട്ടിക്കിൾ നേച്ചർ ഇല്ലേ, മാറ്ററിന് എന്തുണ്ടാക്കാം, എനർജി ക്രിയേറ്റ് ചെയ്യാം. മാറ്ററിനകത്തൊക്കെ എനർജിയുടെ കണ്ടന്റ് കിടക്കുന്നുണ്ട്. എല്ലാ മാറ്ററും എനർജിയുടെ ഒരു സോഴ്സ് ആണ്. അപ്പൊ എനർജിയുടെ നേച്ചർ കൂടെ ആര് കാണിക്കണം, മാറ്റർ കാണിക്കണം. അതായത് ഈ മാറ്ററിനൊക്കെ ഏത് നേച്ചർ ഉണ്ടായിരിക്കണം, വേവ് നേച്ചറും കൂടെ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ സിമ്മട്രി ഉണ്ട്. മാറ്ററിന് എനർജി ഉണ്ടാക്കാം, എനർജിന്ന് മാറ്റർ ഉണ്ടാക്കാം.
എനർജിക്ക് വേവ് നാച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്. അപ്പൊ അതേപോലെ മാറ്ററിന് പാർട്ടിക്കിൾ നാച്ചർ ഉള്ളതിന്റെ കൂടെ മാറ്ററിന് ഏത് നാച്ചറും കൂടെ ഉണ്ടായിരിക്കണം, വേവ് നാച്ചർ ഉണ്ട്. അതായത് ഇവിടെ ഒരു സിമ്മട്രി ഉണ്ടാവും. ഡി ബ്രോഗ്ലി ഐഡന്റിഫൈ ആണ് ഇവിടെ ഒരു സിമ്മട്രി ഉണ്ട്. നാച്ചുറിന് എപ്പോഴും സിമ്മട്രി ഉണ്ടാവും. നാച്ചുറായിട്ട് ഒക്കർ ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു സിമ്മട്രി ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഐഡിയ, ആ സിമ്മട്രി എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് ഈ ഡി ബ്രോഗ്ലി വേവ് വെക്കുന്നത്. അപ്പൊ നോക്കാം, ഇപ്പൊ സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ കാണുന്നതിനൊക്കെ സിമ്മട്രി ഉണ്ട്. ഫോർ എക്സാമ്പിൾ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടാണ് വിചാരിക്കാം. നമ്മളൊരു മണ്ണ് കൂട്ടിയിട്ടാണെങ്കിൽ അതിന് ഏത് ഷേപ്പായിട്ട് വരിക, അതിന്റെ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ എന്ന് പറയും. ഇതിനൊരു ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണുള്ളത്, അതേപോലെ തന്നെ റൈറ്റ് സൈഡും ഉണ്ട്. നമ്മൾ കാണുന്ന ഫ്ലവേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ പെറ്റൽസിന് ഓരോ സിമ്മട്രി ഉണ്ടാവും. അപ്പോൾ നാച്ചർ ലവ് സിമ്മട്രി, നേച്ചർ ലവ്സ് സിമ്മട്രി. പ്രകൃതി എപ്പോഴും സിമ്മട്രിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതേപോലെ ഈ മാറ്ററിനും എനർജിയും സിമ്മട്രിക് ആയതുകൊണ്ട്, രണ്ടിന്റെയും കോൺസ്റ്റന്റ് പാർട്ടികൾ സിമ്മട്രിക് ആയതുകൊണ്ട് രണ്ടിന്റെയും നേച്ചറും കൂടെ എന്തായിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം. അപ്പൊ അതിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ ആണ് ഡി ബ്രോ. അപ്പൊ ഇത് സാധാരണ നമ്മൾ പറയാണ്ട് ഡി ബ്രോഗ്ലി ലോ എന്നല്ല പറയാം, ഇത് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ എന്നല്ല പറഞ്ഞത്, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്നാണ് പറഞ്ഞത്. ഹൈപ്പോത്തസിസ്, ലോ, പ്രിൻസിപ്പിൾ, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ലോയും പ്രിൻസിപ്പിളൊക്കെ എക്സ്പെരിമെന്റലി പ്രൂഫ്ഡ് ആണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസംഷൻ നടത്താൻ, ഒരു ഡയറിങ് ആയിട്ടുള്ള ഒരു അസംഷൻ നടത്താൻ, അത് ആ അസംഷൻ നടത്തുന്ന സമയത്ത് അതിന് പ്രാക്ടിക്കൽ എന്തില്ല, പ്രൂഫില്ല. പ്രാക്ടിക്കലി പ്രൂഫില്ലാതെ ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അതിന് വ്യത്യാസം വരാതെ നിലവിലുള്ള സയന്റിഫിക് കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് എന്ത് വിളിക്കുക, ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുക. നിലവിലുള്ള സയന്റിഫിക് ലോസോ പ്രിൻസിപ്പിളിനോ ചേഞ്ചസ് വരാതെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിനാണ് എന്ത് പറയാ, ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്പെരിമെന്റലി പ്രൂഫ് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് എന്താവാം, ഇൻവാലിഡേറ്റ് ആയിട്ട് പോവാം. അപ്പൊ ഡി ബ്രോഗ്ലി പറഞ്ഞത് ഹൈപ്പോത്തസിസ് ആണ്. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് മാറ്റർ പാർട്ടിക്കിൾ നാച്ചർ കാണിക്കുന്നതിന്റെ കൂടെ മാറ്ററിന്റെ ഏത് നാച്ചറും കൂടെ ഉണ്ടായിരിക്കണം, വേവ് നാച്ചറും കൂടെ ഉണ്ടായിരിക്കണം. മാറ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ മാറ്ററിന്റെ മാസ് ഉണ്ടായിരിക്കുമല്ലോ, ഒക്യുപ്പൈ സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് വേവ് നാച്ചർ കാണിക്കും. ഇത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓൾറെഡി ഇതൊരു പാർട്ടിക്കിൾ നാച്ചർ കാണിക്കണം, അതിന്റെ കൂടുതൽ വേവ് നാച്ചറും കൂടെ കാണിക്കുന്നുണ്ട്. ഈ വേവിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്. അപ്പൊ വേവ് ആകുമ്പോൾ വേവിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ് വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി. അപ്പൊ നോക്കാം, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി എന്ന് എഴുതാം. എം മാസ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. നിങ്ങൾ നോക്കാം, ഇതിനിങ്ങനെ കൂടെ എഴുതാണ്ട് എച്ച് ഡിവൈഡഡ് ബൈ ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് 2m കെ, റൂട്ട് 2m കെ എന്ന് എഴുതാണ്ട്. കാരണം മൊമെന്റത്തിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, പി ഈക്വൽ ടു റൂട്ട് 2m കെ. അപ്പോൾ ഇതാണ് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് ലൈറ്റ് പാർട്ടിക്കിൾ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ, മൈക്രോസ്കോപ്പിക് ഒരു കമ്പാരബിൾ ആയിട്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ടാവും. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറയാൻ കഴിയില്ല. സാധാരണ ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒബ്സർവ് ആയിട്ട് വരിക, കമ്പാരബിൾ ആയിട്ട് വരിക ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനാണ്. അപ്പൊ അതിന്റെ കാരണം നോക്കുക, ഇവിടെ മാസ് നോക്കുക, ഈ മാസ് മൈക്രോസ്കോപ്പിക് ആകുമ്പോൾ മാസ് വളരെ കുറവായിരിക്കും. മാസ് വളരെ കുറവുമ്പോഴാണ് വേവിന്റെ വാല്യൂ ഒന്ന് കൂടി വരിക. മാക്രോസ്കോപ്പിക് ആകുമ്പോൾ മാസ് കൂടുതലായിരിക്കും. മാസ് കൂടുമ്പോൾ വേവ് ലെങ്ത് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒബ്സർവ് ആവണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് എങ്ങനത്തെ പാർട്ടിക്കിൾസ് ആയിരിക്കണം, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിരിക്കണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസ് ഇക്വേഷൻ നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചാർജുള്ള പാർട്ടിക്കിൾ ക്യൂ, മാറ്ററിന്റെ പ്രോപ്പർട്ടിയാണ് ചാർജ്. അപ്പോൾ ഇനി ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത് നിങ്ങൾ വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയാണ് ക്യൂ വി. അങ്ങനെയാണെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്ത് വരും, എച്ച് ഡിവൈഡർ ബൈ റൂട്ട് 2m. കെ ഇക്ക് പകരം എന്ത് കൊടുക്കുക, ക്യൂ വി കൊടുക്കുക. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ്, എം മാസ്, ക്യൂ ചാർജ്, വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. നമ്മൾ കുറച്ച് ഫേമസ് ആയ പാർട്ടിക്കിൾ ഉണ്ട്, ഇലക്ട്രോണ്, പ്രോട്ടോണ്, ഡ്യൂട്രോണ്, ആൽഫ പാർട്ടിക്കിൾ. ഇലക്ട്രോൺ ചാർജ് ഇ, പ്രോട്ടോണിന്റെ ചാർജ് ഇ, ഡ്യൂട്രോണിന്റെ ചാർജ് ഇ എൻ ആയിരിക്കും.
ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2 ആണ്. പ്രോട്ടോണിൻ്റെ മാസ് ഞാൻ എം ആയിട്ട് എടുക്കുകയാണ്. ന്യൂട്രോണിൻ്റെ മാസ് 2m ആയിരിക്കും. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് 4m ആയിരിക്കും. ഇലക്ട്രോണിൻ്റെ മാസ് m/1837 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എച്ച് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, 2 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ ചാർജിലും മാസിലുമാണ് ഈ 4 പാർട്ടിക്കിളും വ്യത്യാസം. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ നോക്കാം, എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. /√2 മാസ് 9.1 × 10⁻31 Q 1.6 × 10⁻⁻ ഇൻറ്റു വി. ആ വി മാത്രമേ മാറ്റി വരുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ഒരു കോൺസ്റ്റൻ്റാണ്. ആ കോൺസ്റ്റൻ്റെ വാല്യൂ ഞാനാണ് ഇവിടെ എഴുതുന്നത്. ആ കോൺസ്റ്റൻ്റെ വാല്യൂ വരെ ഇലക്ട്രോൺ ആകുമ്പോൾ 12.27 /√v. ആൻസർ കിട്ടുന്നത് ആംസ്ട്രിങ്. ഇലക്ട്രോൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. എച്ചിൻ്റെ 2ൻ്റെ എമ്മിൻ്റെ ക്യൂൻ്റെ. പ്രോട്ടോൺ ആകുമ്പോൾ 0.286 /√v ആംസ്ട്രിങ്. എച്ചിൻ്റെ 2ൻ്റെ എമ്മിൻ്റെ ക്യൂൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡ്യൂട്രോൺ ആകുമ്പോൾ 0.202 ആംസ്ട്രിങ് /√v. ആൽഫ പാർട്ടിക്കിൾ ആകുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക, ഡ്യൂട്രോണിൻ്റെ നേരെ പകുതി. അപ്പോൾ 0.101 /√v ആംസ്ട്രിങ്. അതിൻ്റെ വാല്യൂസ് ആണ്. അത് പഠിച്ചു വെക്കാം. ന്യൂമറിക്കലി ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. റേഷ്യോ എടുക്കാനൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും, ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷെ ന്യൂമറിക്കുള്ള പ്രോബ്ലം ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി വീണ്ടും ഡി ബ്രോഗ്ലി വലയത്തിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നോക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടിക്കിൾ, സിംഗിൾ പാർട്ടിക്കിൾ, ഒരു ന്യൂട്രോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോണോ അറ്റോമിക് ഗ്യാസ്. ഇതിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. സിംഗിൾ പാർട്ടിക്കിളിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ടെമ്പറേച്ചർ T ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി വരാം പഠിച്ചിട്ടുണ്ട്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ½ kBT അല്ലേ. അപ്പോൾ ടോട്ടൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് 3/2 ഇൻറ്റു എന്ത് വരും, kBT. അപ്പോൾ λ = h/√2m 3/2 kBT. അപ്പോൾ λ = h/√3m ഇൻറ്റു എന്ത് വരും, kBT. അപ്പോൾ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കൂടും, സ്പീഡ് കൂടും, ഡി ബ്രോഗ്ലി വലയത്ത് വരും. ആ സമയത്തുള്ള ഡി ബ്രോഗ്ലി വലയത്ത് കാണുന്ന ഇക്വേഷനാണ്. ന്യൂട്രൽ പാർട്ടിക്കിൾസ് ലൈക്ക് ന്യൂട്രോൺ ആണെങ്കിൽ h/√2m h/√3m kBT. kB എന്ന് പറഞ്ഞാൽ ഇവിടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. മനസ്സിലായോ? ഇനി വേറൊരു ഐഡിയ, ഒരു പ്രാവശ്യം അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് ഐഡിയൽ ഗ്യാസ്. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. ഐഡിയൽ ഗ്യാസ് എങ്ങനെയായിരിക്കും ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഉണ്ടാവുക? ഗ്യാസ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾ. ഗ്യാസ് എപ്പോഴും ഒരു ആൻറ്റം മോഷനിലായിരിക്കും, ഒരിക്കലും റെസ്റ്റിലാവില്ല. അബ്സല്യൂട്ട് സീറോയിൽ മാത്രമേ റെസ്റ്റിലായിട്ട് വരുള്ളൂ. ഗ്യാസ് മൂവ് ചെയ്യുമ്പോൾ ഗ്യാസ് മാറ്റർ ആയതുകൊണ്ട് ഗ്യാസ് പാർട്ടിക്കിളും ഡി ബ്രോഗ്ലി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എത്ര ആയിരിക്കും? ആ സമയത്ത് നമുക്ക് നോക്കാം. λ = h/mv എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഗ്യാസ് അല്ലേ, ഗ്യാസിന്റെ ഈ വെലോസിറ്റി നമ്മൾ സാധാരണ ഏത് വെലോസിറ്റി ആയിരിക്കും? RMS വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ λ = h/m. RMS വെലോസിറ്റി നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇത് പാർട്ടിക്കിളിന്റെ മാസ് ആണ്. അപ്പോൾ മോളിക്യൂളിന്റെ മാസ് വരുന്ന ഇക്വേഷൻ √3 kBT √3RT/m ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് മോളർ മാസ് ആണ്. ഇവിടെ പാർട്ടിക്കിൾ അല്ലേ, ഒരു പാർട്ടിക്കിളിന്റെ മാസ് വെച്ചുള്ള ഇക്വേഷൻ നോക്കുക. അപ്പോൾ √3 kBT/m. ഈ എം ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? h/√3m kBT. മനസ്സിലായി? അപ്പോൾ അത് ആ ന്യൂട്രൽ പാർട്ടിക്കിളിന്റെ കിട്ടിയ അതുപോലെ തന്നെ കിട്ടും ഇക്വേഷൻ. കാരണം ഗ്യാസ് പാർട്ടിക്കിൾ ന്യൂട്രലാണ്, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞ് മൂവ് ചെയ്യും. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ന്യൂട്രൽ പാർട്ടിക്കിളിലേക്ക് ന്യൂട്രോൺ അറ്റ് ടെമ്പറേച്ചർ T എന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് h/√3m ഇൻറ്റു എന്ത് വരും, kBT. ഇവിടെ ഞാൻ യൂസ് ചെയ്ത RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ √3RT/m അല്ല, അതിൽ m മോളാർ മാസാണ്. ഇവിടെ ഇത് പാർട്ടിക്കിളിന്റെ മാസ് ആയതുകൊണ്ട് പാർട്ടിക്കിളിന്റെ മോളിക്യൂളിന്റെ മാസിന്റെ ടൈമിലുള്ള ഇക്വേഷൻ കൊടുക്കാം. വേറെ ഇക്വേഷൻ കൂടെ നമ്മൾ നോക്കാറുണ്ട് സാധാരണ. ഐഡിയൽ
ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാൻ വേറൊരു ഇക്വേഷൻ കൊണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ. De Broglie wavelength of photon with radiation wavelength lambda. സാധാരണ ഫോട്ടോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോൺ നമ്മൾ പറയുന്നത് ഫോട്ടോൺ പാർട്ടിക്കിളിന്റെ നേച്ചർ കാണിക്കുന്നുണ്ട്. ഫോട്ടോൺ പാർട്ടിക്കിൾ ആണ്. കൈനറ്റിക് മാസ് ഉണ്ട്. കൈനറ്റിക് മാസ് എമ്മിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇത് മൂവ് ഉണ്ട്. ഇതിന്റെ ഫോട്ടോന്റെ റേഡിയേഷൻ ആണ്. ഫോട്ടോൺ റേഡിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫ്രീക്വൻസി ന്യൂ വേവ് ലെങ്ത് ലാംഡ. ഫോട്ടോൺ നോർമൽ കേസിൽ റേഡിയേഷൻ അല്ലേ, ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി ന്യൂ ആണ്, വേവ് ലെങ്ത് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഫോട്ടോണിന് മൂവ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നില്ലേ, പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് ഡി ബ്രോഗ്ലി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഫോട്ടോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എത്ര ആയിരിക്കും? ലാംഡ ഡി. ഇത് ഫോട്ടോണിന്റെ റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. ഓക്കെ, ഡി ബ്രോഗ്ലി ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എച്ച് ഡിവൈഡഡ് ബൈ എം വി. എച്ച് ഡിവൈഡഡ് ബൈ എം വി അല്ലെങ്കിൽ എച്ച് ഡിവൈഡർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോണിന്റെ മൊമെന്റം പഠിച്ചിട്ടില്ല, എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ സി ആണ്. അപ്പൊ ഞാനിവിടെ ഏതാണ് എച്ച് ഡിവൈഡഡ് ബൈ മൊമെന്റത്തിന് പകരം എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ സി. ആ സി ന്യൂമറേറ്റർക്ക് എഴുതാം. ലാംഡ ഡി ഈക്വൽ ടു എച്ച് ക്യാൻസൽ ചെയ്തു, സി ബൈ ന്യൂ. സി ബൈ ന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? ലാംഡ. നോക്കുക അവിടെ ലാംഡ ഡി ഈക്വൽ ടു ലാംഡ. അതിന് മീനിങ് ലാംഡ ഡി ഈക്വൽ ടു നമ്മളിവിടെ കാണാൻ പോകുന്ന വേവ് ലെങ്ത് ലാംഡ ഡി ആണ്. അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്തിന് ഈക്വൽ ആയിട്ട് കിട്ടിയത്? റേഡിയേഷന്റെ വേവ് ലെങ്ത് ആയിട്ടാണ് കിട്ടിയത്. അതായത് വൺ ആൻഡ് സെയിം. ഇതാണ് ഡുവൽ നേച്ചറിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. ഫോട്ടോൺ മൂവ് ചെയ്യുന്നു, റേഡിയേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. റേഡിയേഷൻ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ വേവ് ലെങ്ത് ലാംഡയാണ്. ഫോട്ടോൺ പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ മാസ് ഉണ്ട്, ഇതാ എച്ച് ന്യൂ ബൈ സി സ്ക്വയർ. മൊമെന്റ് ഉണ്ട് എച്ച് ന്യൂ ബൈ സി. ആ സമയത്ത് ഡി ബ്രോഗ്ലി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് ഡി ബ്രോഗ്ലി ഹൈപ്പോതെസിസ് പ്രകാരം. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന് രണ്ടിന്റെ വേവ് ലെങ്ത് എന്താണ് അവിടെ? സെയിം. നാച്ചുറൽ ഡിഫറൻറ്റ് ഉള്ളൂ, ക്യാരക്ടർ ഒന്നും മാറുന്നില്ല. ഒന്ന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്, മറ്റേത് റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ്. രണ്ട് വേവ് ലെങ്ത് എന്തായിട്ട് വരുന്നുണ്ട് ഇവിടെ? മാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഒരേ സമയം ഫോട്ടോണ് വേവ് നാച്ചറും കാണിക്കുന്നുണ്ട്, പാർട്ടിക്കിൾ നാച്ചറും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ രണ്ട് വേവ് ലെങ്ത് എന്തായിട്ട് വരുന്നുണ്ട്? അവിടെ സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഐഡിയ. നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഒന്നെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഒരു ക്വസ്റ്റ്യൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒരു ക്വസ്റ്റ്യൻ. ആ രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. ആൻ ആക്സിലറേറ്റ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ലാംഡ ഇൻസിഡന്റ്. ഒരു വേവ് ലെങ്ത് ലാംഡ. മെറ്റൽ വിത്ത് നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ. നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷനെ നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞത്, അത് സീറോ ആയിട്ട് എടുക്കാം. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു, ഇലക്ട്രോണിന്റെ മാസ് എം, ഇലക്ട്രോൺ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഡി. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയേഷന്റെ വേവ് ലെങ്ത് ലാംഡ, ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി ലാംഡ ഡി, ഇലക്ട്രോണിന്റെ മാസ് എം, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചത് അവിടെ. ആ ലാംഡ ഡി ഒക്കെ റിലേഷൻ ഇതിനകത്ത് എങ്ങനെ വരുന്നതാണ് ചോദിച്ചത്. നോക്കുക, രണ്ട് കൺസെപ്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. എനർജി ഒന്നും തന്നിട്ടില്ല, ലാംഡ തന്നുള്ളൂ, എച്ച് സി ബൈ ലാംഡ. വർക്ക് ഫംഗ്ഷൻ നെഗ്ലിജിബിൾ ആണ്. നെഗ്ലക്റ്റ് ചെയ്യാനാണ്, അത് വേണ്ട. പിന്നെ അവിടെ കൈനറ്റിക് എനർജിയുടെ ടൈമിൽ അവിടെ മാസ് ഒക്കെ കാണാണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ എഴുതാൻ പറ്റുള്ളൂ. ഇത് ഒരു ടേമാണ്, ഒരു ഐഡിയ ആണ് ക്വസ്റ്റ്യൻ്റെ. ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണണം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താ? എച്ച് ഡിവൈഡഡ് ബൈ എം വി ആണ്. എച്ച് ഡിവൈഡഡ് ബൈ എം വി ആണ്. അപ്പോൾ നോക്കുക അവിടെ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പോൾ ലാംഡ ഡി ഈക്വൽ ടു ലാംഡ ഡിയുടെ സ്ക്വയർ നോക്കണ്ട. കാരണം നമ്മൾ ഓപ്ഷൻക്കൊക്കെ നോക്കുമ്പോൾ സ്ക്വയറും കൂടെ കാണുന്നുണ്ട്. ലാംഡ ഡി വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഡി സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഡി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ ബൈ എം സ്ക്വയർ വി സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാംഡ ഡി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ
നമുക്കിവിടെ കിട്ടിയത് ഒരു ഹാഫ് എം വി സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് വെറുതെ എം വി സ്ക്വയർ ഒന്ന് നോക്കണം. എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2hc ബൈ എന്ത് വരും? ലാംഡ. അപ്പൊ ലാംഡ ഡി സ്ക്വയർ ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയറിന് എം ഇൻറ്റു എം വി സ്ക്വയർ എഴുതാം. ലാംഡ ഡി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ എം ഇൻറ്റു എം വി സ്ക്വയറിന് പകരം 2hc ബൈ ലാംഡ. എച്ച് ക്യാൻസൽ ചെയ്യാം. ലാംഡ ഡി സ്ക്വയർ ഈക്വൽ ടു എച്ച് ബൈ 2mc ഇൻറ്റു ലാംഡ. ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ലാംഡ ഡി സ്ക്വയർ ഈക്വൽ ടു ഓരോ ഓപ്ഷനിൽ ലാംഡ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അല്ലേ കൊടുക്കണം. ലാംഡ ഈക്വൽ ടു എന്നാ. ലാംഡ ഈക്വൽ ടു ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2mc ബൈ എച്ച് ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ. മനസ്സിലായോ? അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നമ്പർ 2 ആണ് ആൻസർ ആയിട്ട് വരും. ഫോട്ടോ ഇലക്ട്രിക് എഫിന്റെ ഒരു ഐഡിയ യൂസ് ചെയ്യണം. അത് വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതണം. ഇങ്ങനെ വെച്ചുമ്പോൾ സ്റ്റെക്ക് നമ്മൾ നോക്കും. ഓപ്ഷനിലേക്ക് നമ്മളൊന്ന് നോക്കണം. ഓപ്ഷനുള്ള ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷനിൽ എങ്ങനെയുള്ള അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നമ്മൾ ആൻസർക്ക് എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീറ്റ് 2022. The graph shows the variation of de Broglie wavelength lambda of a particle associated momentum. ലാംഡയും പിയും തമ്മിൽ ഒരാൾ ഗ്രാഫ് വരക്കണം. ലാംഡയുടെ ഇക്വേഷൻ ഇത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. എച്ച് കോൺസ്റ്റന്റ് അല്ലേ? ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p ആണ്. ഇത് y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/x ഫോമിലാണ്. എക്സ് ആക്സിൽ മൊമെന്റം, വൈ ആക്സിൽ ലാംഡയുടെ ഗ്രാഫ് എങ്ങനെ വരണം? ഹൈപ്പർബോളിക് ആയിട്ട് വരണം. ഓപ്ഷൻ 3 ആയിട്ടാണ് വരിക. ഓപ്ഷൻ 3. നെക്സ്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക്സും മോഷൻനെസ് സ്ട്രെയിലൈനും ഡുവൽ നാച്ചർ കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് തന്നെ പറയാം. 2-3 ചാപ്റ്റർ ലിങ്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇലക്ട്രോൺ മാസ് ഇനീഷ്യൽ വെലോസിറ്റി v0 ആവും. ഇലക്ട്രോൺ ആണിത്. ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. ഇലക്ട്രിക് ഫീൽഡിലേക്ക് എൻട്രി ആണ്. നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. -E0 കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വേവ്ലെങ്ത് ലാംഡ 0. ആഫ്റ്റർ ടി ടൈം കഴിഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ ടി ആണ് കാണേണ്ടത്. ലാംഡയുടെ ഇക്വേഷൻ എച്ച് ബൈ എം വി അല്ലേ? ഇനീഷ്യൽ ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി v0, അപ്പോൾ എച്ച് ബൈ എം വി 0. ഇനി ടി ടൈം കഴിഞ്ഞാൽ എച്ച് മാറുമോ? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിൽ എച്ച് മാറാൻ പോണില്ല, എമ്മും മാറും. പക്ഷെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ടി ടൈം കഴിഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് എ ടി, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി v0 പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും QE ബൈ എം ആ. അപ്പൊ ഇ ബൈ എം ഇൻറ്റു എന്ത് വരും? ടി എന്ന് വരും. അപ്പോൾ ലാംഡ ടി എന്ന് പറഞ്ഞാൽ എച്ച് ബൈ എം ഇൻറ്റു വി ടി. ലാംഡ ടി ഈക്വൽ ടു എച്ച് ബൈ എം ഇൻറ്റു v0 പ്ലസ് ഇ ബൈ എം ഇൻറ്റു ടി. ഇതാണ് ടി. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ടൈം കഴിയും തോറും എച്ച് എമ്മും മാറില്ല, പക്ഷെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് കാരണം ആക്സിലറേഷൻ ഉണ്ടാവും, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ആ വെലോസിറ്റി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ വെലോസിറ്റി യൂണിഫോം ആക്സിലേറ്റർ മോഷൻ ആയതുകൊണ്ട് വി ടി ഈക്വൽ യു പ്ലസ് എ ടി കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒന്നും ഇവിടെ കാണാനില്ല. ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് ആൻസർ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷനിലൊക്കെ ലാംഡ 0 കാണുന്നുണ്ട്. അപ്പം നമ്മളെ ആൻസറിൽ ലാംഡ 0 നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരണം? ലാംഡ 0 എന്ന് പറഞ്ഞാൽ എച്ച് ബൈ എം വി 0 അല്ലേ? എച്ചും കിടക്കുന്നുണ്ട്, ഇവിടെ എമ്മും കിടക്കുന്നുണ്ട്. ഒരു v0 ഇവിടുന്ന് ഔട്ട് സൈഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് ഇവിടെ ഈ v0 ഇല്ല. അപ്പം ഇ ബൈ എം വി 0 ഇൻറ്റു എന്ത് കൊടുക്കുക? ടി എന്ന് കൊടുക്കുക. അപ്പം ലാംഡ ടി ഈക്വൽ ടു ഇത് ലാംഡ 0 അല്ലേ? എച്ച് ബൈ എം വി 0 ലാംഡ 0 അല്ലേ? എച്ച് ബൈ എം വി 0 ലാംഡ 0 അല്ലേ? അപ്പം എങ്ങനെ വരും? ലാംഡ 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ബൈ എം വി 0 ഇൻറ്റു എന്ത് വരും? ടി എന്ന് വരും. ഓപ്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ പ്രൊസീഡ് ചെയ്ത് പോകേണ്ടത്. ഓപ്ഷൻ 3 ആയിട്ടാണ് ആൻസർ വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് മെറ്റൽ ഉണ്ട്. ഇവിടെ ലൈറ്റ് വരുന്നു. ലൈറ്റിന്റെ വേവ് ലെങ്ത് 500 നാനോമീറ്റർ.
മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ 2.28 ഇലക്ട്രോൺ വോൾട്ട്. ഒരു റേഡിയേഷൻ മെറ്റലിൽ വന്ന് വീഴുന്ന സമയത്ത് ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും, ഇലക്ട്രോൺ മൂവ് ചെയ്യും, ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യും. ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യും? ഡി ബ്രോഗ്ലി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഡി ബ്രോഗ്ലി വേവിന്റെ റേഞ്ച് എങ്ങനെയായിരിക്കും? നമ്മളിവിടെ കാണുന്ന ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, അത് KE മാക്സ് ആണ്. മാക്സിമം കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജിക്ക് ഒരു റേഞ്ച് ഉണ്ട്, അതിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് കാണുന്നത് മാക്സിമം കൈനറ്റിക് എനർജി ആണ്. അതേപോലെ ഒരാൾ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കാണുമ്പോൾ അതിന്റെ റേഞ്ച് എങ്ങനെയായിരിക്കും, ഏത് ലെവലിലായിരിക്കും ആ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കിടക്കുന്നുണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിങ്ങനെ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകണം. ഒരാൾ ക്വസ്റ്റ്യൻ കണ്ട പാടെ ഒരാൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അല്ല, എങ്ങനെ ചെയ്ത് നോക്കണം ഒരാൾ. ഇവിടെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കാണാം. അപ്പോൾ ലാംഡ ഈക്വൽ ടു H ഡിവൈഡ് ബൈ √2m KE എന്ന് കൊടുക്കേണ്ടി വരും. Hന്റെ വാല്യൂ അറിയാം, 2 കോൺസ്റ്റന്റ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം, 9.1 × 10⁻31. ഇനി KE കാണണം. KE മാക്സ് ആണ് അയാൾക്ക് കാണാൻ കഴിയുള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് അയാൾക്ക് KE മാക്സ് കാണാൻ കഴിയുള്ളൂ. KE മാക്സ് ഒക്കെ അയാൾ കാണാൻ പോവാണ്. എങ്ങനെ കാണും? എനർജി hc/λ മൈനസ് വർക്ക് ഫംഗ്ഷൻ 5 വെച്ച് കാണും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ ആ സിമ്പലുകൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ സിമ്പലുകൾ കുറച്ച് ടൈറ്റ് ആണ്. സിമ്പലുകൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ആ റേഞ്ച് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും, അതാണ് ക്വസ്റ്റ്യൻ അവിടെ. ഇപ്പൊ 2.8 × 10⁻⁹, 2.8 × 10⁻12, 2.8 × 10⁻10, 2.8. ഓരോ ഓപ്ഷനും ഡിഫറെന്റ് ആണ്. 4 ഓപ്ഷനും ഡിഫറെന്റ് ആണ്. നമ്മൾ ന്യൂമറിക്കൽ ചെയ്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കൊടുക്കും. ഇത് എങ്ങനെ ചെയ്യണം, ഏത് ഓപ്ഷൻ അവിടെ ചൂസ് ചെയ്യണം, ഏത് സിമ്പൽ യൂസ് ചെയ്യാം എന്നുള്ളത് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ നോക്കുക, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി അല്ലേ, മാക്സിമം കൈനറ്റിക് എനർജി. അപ്പൊ നമ്മൾ കാണുന്ന വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു H/√2m KE മാക്സ് ആണ് നമ്മൾ കാണുന്നത്. ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത്, ഈ കൈനറ്റിക് എനർജി നമ്മൾ കാണുന്നത് മാക്സിമം കൈനറ്റിക് എനർജി ആണ്. അതിൽ കുറവുള്ള കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ഇവിടെ കാണുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജിയിലാണ് കാണുന്നത്. കൈനറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ ഇതിങ്ങനെയല്ലേ വരുന്നത് റിലേഷൻ. ബാക്കിയൊന്നും നോക്കണ്ട, ബാക്കി കോൺസ്റ്റന്റ് ആണ്. കൈനറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ്ലെങ്ത് ഏറ്റവും മിനിമം വേവ്ലെങ്ത് ആയിരിക്കും. ബാക്കി വേവ്ലെങ്ത് ഒക്കെ അതിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമുക്ക് ഇവിടെ ഒരു മിനിമം വേവ്ലെങ്ത് കിട്ടും, ആ വേവ്ലെങ്ത് ഉണ്ടാവും, പിന്നെ അതിനേക്കാൾ കൂടിയ വേവ്ലെങ്ത് ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ വേവ്ലെങ്ത് ആണ്. ഏത് നമ്പർ കിട്ടിക്കോട്ടെ, നമ്മൾ ന്യൂമറിക്കലിൽ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ ശരി, നിങ്ങൾ വാല്യൂ കാണാൻ പോയിക്കോളി, ടൈം പോവും. നമുക്ക് കിട്ടുന്ന വേവ്ലെങ്ത് അതും പിന്നെ അതിനേക്കാൾ കൂടിയത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും ഇവിടെ. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന വേവ്ലെങ്ത് ലാംഡ. ഈ വേവ്ലെങ്ത്തുകളുടെ റേഞ്ച് ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ദാറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏത് വാല്യൂ കിട്ടിക്കോട്ടെ, ആ വാല്യൂവിനെക്കാട്ടിലും ഇങ്ങനെ ആയിരിക്കണം ലാംഡ വരുന്നത്. ലാംഡ ഒന്നെങ്കിൽ ഈ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും എന്തായിരിക്കണം, കൂടുതലായിരിക്കും. അപ്പൊ യൂസ് ചെയ്യേണ്ട സിമ്പിൾ ഇങ്ങനെയാണ്. മനസ്സിലായോ? വേവ് ലെങ്ത് ലാംഡ. നമ്മൾ ആ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ലെങ്ത്തുകളുണ്ട്, ഇലക്ട്രോണുകളുടെ ആ വേവ് ലെങ്ത്. കൈനറ്റിക് എനർജി മിനിമം അല്ലേ, നമ്മൾ കണ്ട വേവ് ലെങ്ത് ഏറ്റവും മിനിമം വേവ് ലെങ്ത് ആണ്. കൈനറ്റിക് എനർജി ഏറ്റവും മാക്സിമം അല്ലേ, അപ്പൊ നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത് ഏറ്റവും മിനിമം വേവ് ലെങ്ത് അല്ലേ. അപ്പോൾ ഈ വേവ് ലെങ്ത് ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു നമ്പർ. ആ നമ്പറിനെ കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം റെപ്രസെന്റേഷൻ, ഇങ്ങനെ വരണം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കണം? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. കിട്ടിയ വേവ് ലെങ്ത് എത്ര, ആ വേവ് ലെങ്ത്തും പിന്നെ ബാക്കിയൊക്കെ അതിനേക്കാൾ കൂടുതലും. അപ്പോൾ എന്തായാലും റെപ്രസെന്റേഷൻ എങ്ങനെ വരാൻ പറ്റുള്ളൂ? ഫസ്റ്റ് റെപ്രസെന്റ്. ന്യൂമറിക്കൽ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം. ഇവിടെ ഈ ഐഡിയ ആണ് ചെക്ക് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ നമ്മളിവിടെ എഴുതുന്ന ഈ കൈനറ്റിക് എനർജി KE മാക്സ് ആണ് എന്ന് കുട്ടിക്ക് അറിയുമെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ KE മാക്സ് ആണ്. അപ്പോൾ ലാംഡ ഏറ്റവും മിനിമം ആയിരിക്കും, ബാക്കി ലാംഡകളൊക്കെ ഇതിനേക്കാളിലും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കണം? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്ഡ് ടു എന്നാക്കണം. ഇൻക്രീസ്ഡ് ടു അങ്ങനെ വന്നാലും ഇത് APNT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യണം. ഇൻക്രീസ്ഡ് 60 times then the percentage change in the de Broglie wavelength. അപ്പോൾ de Broglie wavelength കൈനറ്റിക് ഗേജ് തമ്മിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ലാംഡ ഈക്വൽ ടു h/√2m ke. നിങ്ങൾ നോക്കുക, രണ്ട് കേസ് അല്ല. അപ്പോൾ ആദ്യത്തെ de Broglie wavelength ലാംഡ 1 h/ ഇനീഷ്യൽ √2m k ആയിട്ട് എടുക്കണം. കൈനറ്റിക് എനർജി k ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ke ആയിട്ട് എടുക്കണം. ഫൈനൽ കൈനറ്റിക് എനർജി ഇൻക്രീസ്ഡ് ടു 16 times. അപ്പോൾ h/√2m 16k. ഇൻക്രീസ്ഡ് ബൈ എന്നാണ്, പക്ഷേ ഇൻക്രീസ്ഡ് 2 എന്നാക്കണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ de Broglie ലെങ്ത്. പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. അപ്പോൾ ഫൈനൽ h/√2m 16ke മൈനസ് ഇനീഷ്യൽ h/√2m ke ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ h/√2m ke ഇൻറ്റു 100. എല്ലാന്നും h/2m ke ക്യാൻസൽ. അപ്പോൾ ബാക്കി ഇവിടെ വരും 1/√60. 1/√60 മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 100 അത് ഈക്വൽ ടു 1/4 മൈനസ് 1. 1/4 അല്ലത് 1/√60 എന്നാണ്. 1/4 അല്ലേ. 1/4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 3/4 ആണ്. മൈനസ് 3/4 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 75% വരും. മൈനസ് 75% വരും. കാരണം ഇതാണ്, ഈ de Broglie wavelength കൈനറ്റിക് എനർജി ഇൻവേഴ്സിറ്റി പ്രൊപ്പോർഷണൽ അല്ലേ. ഇൻവേഴ്സിറ്റി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ de Broglie wavelength കുറയല്ല ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ 75% എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. നെഗറ്റീവിൻ്റെ മീനിങ് ഇതാണ്, ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. 75% ഡിക്രീസ് ആണ്. നെഗറ്റീവ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, 75% മൈനസ് 75% അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ബൈ 75% ഡിക്രീസ്ഡ് ബൈ 75% ഉണ്ടെങ്കിൽ മോർ കറക്റ്റ് ആയിട്ട് എടുക്കുക, ഡിക്രീസ്ഡ് ബൈ 75% എടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ചേഞ്ച് ആയതുകൊണ്ട് കൂടുതലായാലും കുറവായാലും എത്ര ആയിട്ട് എടുക്കാം, കൂടുതലായാലും കുറവായാലും ഒരു മീനിങ് തന്നെ 75 ആയിട്ട് എടുക്കുക. പെർസെൻറ്റേജ് സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ല, മൈനസ് പറയാറില്ല. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമുക്ക് കിട്ടുന്നുണ്ട്. മോർ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 75% എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാഫാണ്. 2024 ചോദിച്ചാണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. അപ്പോൾ നോക്കുക, എപ്പോഴും ഒരു ഗ്രാഫിലൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രാഫ് വരയ്ക്കുന്നത്, ഗ്രാഫ് ഷോസ് ദ വേരിയേഷൻ ഓഫ് 1/λ² കൈനറ്റിക് എനർജി. ഇവിടെ ഇ ആണ് എടുക്കുന്നത്. ഈ ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി. എക്സ് ആക്സിൽ, വൈ ആക്സിൽ എടുക്കുന്നത് 1/λ². ഇക്വേഷൻ ഒന്നുള്ളൂ, ലാംഡ ഈക്വൽ ടു h/√2m ke. ലാംഡ സ്ക്വയർ ആണ്. അപ്പോൾ ലാംഡ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ h²/√2m ke. നിങ്ങൾ നോക്കുക, h²/2m ഒന്നും നമുക്ക് ആവശ്യമില്ല. ലാംഡ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/ എന്ത് വരും, ke. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/λ² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് എഴുതാം, ke. 1/λ² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ke. ഇനി നോക്കുക, വൈ ആക്സിൽ 1/λ², എക്സ് ആക്സിൽ. അപ്പോൾ വൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എക്സ് ആണ്. ഗ്രാഫ് എങ്ങനെ ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അപ്പോൾ ഇവിടെ ആൻസർ തന്നെ വരിക, ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വരിക. 1/λ² ഇ എടുക്കുകയാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്രാഫ് എങ്ങനെ വരണം, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. ഒന്നുകിൽ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കാമാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഡ സ്ക്വയറും ke ആണെങ്കിൽ, ലാംഡ സ്ക്വയറും ke ആയിരുന്നെങ്കിൽ, ലാംഡ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/ke. അപ്പം അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ എക്സ് ആക്സിൽ കെയും ഇവിടെ ലാംഡ സ്ക്വയർ ഒക്കെ ഗ്രാഫ് എങ്ങനെ വരണം, ഇങ്ങനെ വരേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ke എടുക്കാതെ എങ്ങനെ തിരിച്ചെടുക്കാം, ജസ്റ്റ് പ്രശ്നമില്ല. ലാംഡ സ്ക്വയർ എടുക്കണമെങ്കിൽ ഇൻവേഴ്സിറ്റി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ 1/λ² ആണ് തന്നത്. ഓൾറെഡി ആക്സിൽ എടുത്തത് 1/λ². അങ്ങനെ ആകുമ്പോൾ ഈ 1/λ² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ke ആയതുകൊണ്ട്, വൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആയതുകൊണ്ട് ഗ്രാഫ് എങ്ങനെ ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം. അപ്പോൾ ഗ്രാഫ് സ്റ്റേ ചെയ്യണം. ലാംഡ സ്ക്വയറും ke ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ആവും, ഇൻവേഴ്സിറ്റി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് എങ്ങനെ വരേണ്ടി വരും, ഹൈപ്പർബോളിക് ആയിട്ട് വരേണ്ടി വരും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഡുവൽ നാച്ചുറൽ റേഡിയേഷൻസ് മാറ്ററിന്ന് നോക്കുക, എല്ലാ വർഷവും നീറ്റിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോൺസ് റിലേറ്റഡ് ആയ പ്രോപ്പർട്ടീസ് ആയിരിക്കും. മറ്റേതൊന്ന് de Broglie wavelength ആയി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ടഫ് ആക്കുന്ന സമയത്ത് 2 കൺസെപ്റ്റും കൂടെ മിക്സ് ആക്കും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നതിന് ശേഷം de Broglie wavelength കൊടുക്കും, മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിക് de Broglie wavelength ആയിട്ട് കൊടുക്കും.
നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ യൂസ് ചെയ്യുക, ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊന്ന് നോക്കുക, ചോയ്സ് എന്താന്ന് നോക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻ മാറ്റി ചെയ്താൽ. എപ്പോഴും 2 കേസായിട്ട് തരികയാണെങ്കിൽ 2 ഇക്വേഷൻ ചെയ്താൽ 2 ഇക്വേഷനും കൂടെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഡീ ബ്രോഗ്ലിയത്തിൽ ആകുമ്പോൾ ഡീ ബ്രോഗ്ലിയത്തിന് ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ചിലപ്പോൾ അധികം റേഷ്യോ എടുക്കണ്ടാവും. റേഷ്യോ എടുക്കുമ്പോഴൊക്കെ അതിനനുസരിച്ച് ചെയ്യുക. കോൺസ്റ്റന്റുകളൊക്കെ ക്യാൻസൽ ചെയ്തതിന് ശേഷം റേഷ്യോ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ക്ലാസ്. 2 കൺസെപ്റ്റാണ് മെയിൻ ആയിട്ടുള്ളത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഡീ ബ്രോഗ്ലിയത്തിൽ ശരിക്കും പഠിക്കുക. നീറ്റിലിപ്പോൾ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു നോക്കുക. അപ്പോൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഞാൻ ബാക്കി ക്ലാസ്സുകളെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞുതരാം. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ക്രാഷ് ബാച്ചസ് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2025 നീറ്റ് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്ന നീറ്റിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 20 ആണ്. മാർച്ച് 20 നീറ്റ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കീമിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 26 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങൾ നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പെടുത്താണ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സൈൻ ഓഫ് RP ഫ്രം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടക്കൽ.